ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക കേട്ടോ. അൽഫഹദ്, ആസിഫ്, സുഫിൻ, ആഷിഖ്, മേഘ, യാസിൻ, ഫൈസ് എല്ലാവരും വീഡിയോ ഓൺ ചെയ്യുക. പുസ്തകം അടച്ചു വെച്ചേ, ചോദിച്ചു നോക്കട്ടെ. അൻവർ, എന്താണ് ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഹൈഡ്രോളിക് വാഷിംഗ് മറ്റേ ഊരിലെ നെറ്റ് ശരിയല്ല. ജസിയ, എന്താണ് ഹൈഡ്രോളിക് വാഷിംഗ്? ഹലോ ഞാൻ നോക്കിയില്ലായിരുന്നു. ഇന്നലെ ആബ്സെന്റ് ആയിരുന്നോ? കേട്ടില്ല, എന്നാണ് പറഞ്ഞേ? അൻവർ ഓഡിയോ ഓഫ് ചെയ്തോ? അൻവറിന്റെ കേൾക്കാൻ പറ്റുന്നില്ല, ഓഡിയോ ഓഫ് ചെയ്തോ കേട്ടോ. ജസിയ എന്താ പറഞ്ഞ? ഞാൻ കേട്ടില്ല. നോക്കിയില്ലായിരുന്നു ഇന്നലെ. നോക്കാതെ പറ്റില്ലല്ലോ. നിങ്ങളുടെ എക്സ്ക്യൂസുകളൊന്നും അനുവദിച്ചു കൊടുക്കരുതെന്നാണ് എന്നോട് നിർബന്ധമായിട്ടും ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം ഞാൻ പേരെഴുതി വെക്കുകയാണ്, വേറെ മാർഗമൊന്നുമില്ല. ഹഫീഫ, it is the process when impurities are lighter and all particles are heavier. Can do this process. അത് ഹെവിയർ ആണ്. അപ്പൊ എന്താണ് ആ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നതെന്നും കൂടെ പറയൂ. അന്നേരം വെള്ളം ഊറ്റുമ്പോ എന്താ ലൈറ്റർ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ചിലപ്പോ എന്താ ലൈറ്റർ പാർട്ടിക്കിൾസ് പൊങ്ങി വരും. പൊങ്ങി വരുമല്ല ഹഫീഫ, നമ്മൾ ഒഴുക്കി വിടും. ആദിൽ, നസീഹ്, എന്താണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ? Froth flotation is used to remove impurities from the sulfides or with the impurities are placed in a water tank, and froth stabilizers like fatty acids and pine oil and collectors like ആണ് പൈൻ ഓയിൽ കേട്ടോ. കളക്ടേഴ്സ് ലൈക്ക് പൈൻ ഓയിൽ ആൻഡ് ഫാറ്റി ആസിഡ്സ് and froth stabilizers like aniline are added. The froth is formed with the ore is with the formed together with the froth, and the froth is separated and dry. Okay, ശരി. അമീന, എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ? മാഗ്നറ്റിക് സെപ്പറേഷൻ അത് ഓറോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റി, ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിക്ക് മാഗ്നറ്റിക് നേച്ചർ ഉണ്ടാവും. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയൂ. എങ്ങനെയാണ് ചെയ്യുന്നതെന്നും കൂടി പറയൂ.
എന്നാ മാഗ്നറ്റിക് ടയറിലേക്ക് ഒരു ബെൽറ്റിനുണ്ട് മാഗ്നറ്റിക് ടയർ വെച്ചിട്ട് അതിനകത്തേക്ക് ബെൽറ്റ് വയ്ക്കും, എന്നിട്ട് പൗഡർ ഡോർ ഇടുമ്പോ കൺവെയർ ബെൽറ്റ് കേട്ടോ. ബെൽറ്റ്. ആ ബെൽറ്റ് എന്നല്ല, കൺവെയർ ബെൽറ്റ്. അങ്ങനെ പറയൂ, ഒരു പ്രാവശ്യം പറഞ്ഞേ. കൺവെയർ ബെൽറ്റ്. കൺവെയർ ബെൽറ്റ് എന്നിട്ട് അതിനകത്തേക്ക് പൗഡർ ഡോർ ഇടും. എന്നിട്ട് ഓണാക്കുമ്പോ മാഗ്നറ്റിക് നേച്ചർ ഉള്ളത് ഇങ്ങനെ കറങ്ങി താഴത്തേക്ക് വരുമ്പോ അത് ഒരു ബക്കറ്റിലേക്ക് റോളറിന്റെ അടുത്ത് തന്നെ കളക്ട് ചെയ്യപ്പെടും. മാഗ്നറ്റിക് നേച്ചർ ഇല്ലാത്തത് റോളറിൽ നിന്ന് കുറച്ച് അകലെ മാറി കളക്ട് ചെയ്യപ്പെടും. ശരി. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പൊ ഇന്നലെ നമ്മള് അതിനകത്ത് ഒരു മെറ്റലർജിക് ഒരു കോൺസെൻട്രേഷൻ പ്രോസസ് ഇങ്ങനെ ലീച്ചിങ്ങിൽ എഴുതാനുണ്ട്. നമ്മൾ ലീച്ചിങ്ങിൽ ഇന്നലെ പറഞ്ഞ ബോക്സൈറ്റിന്റെ ലീച്ചിങ്ങിലെ നമ്മൾ ഇന്നലെ പഠിച്ചത്. അപ്പൊ ഇനി ഒരു ലീച്ചിങ് മെത്തേഡ് ഇങ്ങനെ നമുക്ക് എഴുതാനുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു ഹെഡിങ് ആയിട്ട് ലീച്ചിങ്ങിന്റെ തന്നെ ബി എന്ന് എഴുതുക. പ്യൂരിഫിക്കേഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് എഴുതിയിട്ടില്ലേ, അത് എ എന്ന് എഴുതുക. അടുത്തത് ബി, ലീച്ചിങ് തന്നെയാണ്, അതിന്റെ അകത്ത് തന്നെ ബി. എന്നിട്ട് ഹെഡിങ് ആയിട്ട് എഴുതിക്കോളാം മെറ്റലർജി ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. മെറ്റലർജി ഓഫ് ഗോൾഡ് ആൻഡ് സിൽവർ. ബ്രാക്കറ്റില് ഹൈഡ്രോ മെറ്റലർജി എന്ന് എഴുതുക. അതിന് പറയുന്ന പേരാണ് ഹൈഡ്രോ മെറ്റലർജി. ആ പേര് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വേണമെങ്കിൽ പഠിച്ചാൽ മതി. ഹൈഡ്രോ മെറ്റലർജി. ഞാൻ ഉദ്ദേശിച്ച പേര് മാത്രമാണ് കേട്ടോ, പറയാൻ പോണ കാര്യങ്ങൾ പഠിക്കണം, അത് പുസ്തകത്തിലുള്ളതാണ്. ഹൈഡ്രോ മെറ്റലർജി എന്ന് പറഞ്ഞ പേര് പുസ്തകത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് ആ പേര് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചാൽ മതി. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഗോൾഡിനും സിൽവറിനും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റ് എലമെന്റുകൾ ഭൂമിയിൽ കാണപ്പെടുന്നത് പോലെയല്ല ഗോൾഡും സിൽവറും കാണപ്പെടുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഇപ്പൊ അയൺ, കോപ്പർ ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ഭൂമിയിൽ കാണപ്പെടുന്നത് പോലെ അല്ല നമ്മളുടെ ഗോൾഡും സിൽവറും കാണപ്പെടുന്നത്. എന്തായിരിക്കും മാറ്റം? എന്താണെന്ന് പറയാൻ പറ്റുമോ? അൽഫഹദിന് അറിയാമോ എന്താ മാറ്റം എന്ന്? എന്തെങ്കിലും കോമ്പൗണ്ട് ആയിട്ടായിരിക്കും വരുന്നത്. മറ്റ് എലമെന്റുകൾ കോമ്പൗണ്ട് ആയിട്ടല്ലേ കാണപ്പെടുന്നത്. ഇപ്പൊ അലുമിനിയം ബോക്സൈറ്റ് ആയിട്ടല്ലേ കാണപ്പെടുന്നത്. അയൺ കാണപ്പെടുന്നത് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റ്. സിങ്ക് ആണെങ്കിൽ സിങ്ക് ബ്ലെൻഡ്, ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളായിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. ഗോൾഡും സിൽവറോ ഓക്സൈഡ്സ് ആയിട്ടാണോ കാണപ്പെടുന്നത്? അസ്ലം അറിയില്ല സാർ. ബേസില് അറിയില്ല. ആദിൽ മുഹമ്മദ് അറിയില്ല. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ആഷിഖ് നാസർ? കോമ്പൗണ്ട് അല്ലാണ്ടാണോ? കോമ്പൗണ്ട് അല്ലാണ്ടെന്ന് പറയുമ്പോ എങ്ങനെയാ ഉദ്ദേശിച്ചത്? പ്യുവർ ഫോമിൽ ഫ്രീ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ഫ്രീ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോൾഡ് ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. സിൽവർ ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. കോമ്പൗണ്ട് ആയിട്ട് അല്ല കാണപ്പെടുന്നത്. ഇപ്പൊ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്തെങ്കിലും ഒരു സാധനത്തിന്റെ കാർബണേറ്റ് അല്ലെങ്കിൽ സൾഫേറ്റ് അല്ലെങ്കിൽ സൾഫൈഡ് അല്ലെങ്കിൽ ഓക്സൈഡ്, ഇതിനൊക്കെയല്ലേ നമ്മൾ കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ഗോൾഡിന്റെ ഓക്സൈഡോ സൾഫൈഡോ കാർബണേറ്റോ അങ്ങനെയൊക്കെ ആയിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ അത് കോമ്പൗണ്ട് ആണെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല കാണപ്പെടുന്നത്. ഗോൾഡും സിൽവറും ഒക്കെ എങ്ങനെയാണ് കാണപ്പെടുന്നത്? പ്ലാറ്റിനം അങ്ങനത്തെ വസ്തുക്കളൊക്കെ എങ്ങനെയാണ്? അത് ആ മെറ്റൽ ആയിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. അപ്പൊ അതായത് പ്രത്യേകിച്ച് ഒരു ഓറിൽ നിന്ന് ഇനി അത് എന്താണ് വേർതിരിച്ചെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മറ്റേ കോപ്പറിന്റെ ഒന്നും കേസിൽ അങ്ങനെയല്ലല്ലോ, അതൊക്കെ കോമ്പൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ആ കോമ്പൗണ്ടിൽ നിന്ന് നിങ്ങൾ മെറ്റലിനെ വേർതിരിച്ചെടുക്കേണ്ടി വരും. ഇപ്പൊ കോപ്പർ കാർബണേറ്റ് എന്നൊരു സാധനമാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ആ കോപ്പർ കാർബണേറ്റ് നമുക്ക് കാർബണേറ്റ് ആവശ്യമില്ലല്ലോ, കോപ്പറിനെ മാത്രം വേർതിരിച്ചെടുക്കേണ്ടി വരും. അയൺ ഓക്സൈഡ് ആണെങ്കിൽ അയൺ ഓക്സൈഡിൽ നിന്ന് അയണിനെ മാത്രം വേർതിരിച്ചെടുക്കേണ്ടി വരും. പക്ഷെ ഗോൾഡിന്റെ സിൽവറിന്റെ കേസിൽ അതിന്റെ ആവശ്യമില്ല.
നേരിട്ട് ഗോൾഡും സിൽവറും ആയിട്ട് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് കിട്ടുന്നത്. അപ്പോ ഒരു പ്രശ്നമുണ്ട്, പക്ഷേ ഈ ഭൂമിയിൽ നിന്നാണല്ലോ ഈ സാധനം കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതായത് മറ്റു പല എർത്തിലേ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീസിനെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ പ്രോസസ്സ്, ഈ ലീച്ചിങ് വഴി നമ്മൾ അതിൻ്റെ അകത്ത് ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ആ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഒരു മെറ്റലർജിക്ക് മൊത്തം 3 സ്റ്റെപ്പല്ലേ ഉള്ളത്. ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്ട്രാക്ഷൻ, മൂന്നാമത്തെ സ്റ്റെപ്പ് റിഫൈനിങ്. ഇതിന്റെ അകത്ത് ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പ് ആരുടെ കേസിൽ ചെയ്യേണ്ട കാര്യമില്ല, ഗോൾഡിന്റെ സിൽവറിന്റെ കേസിൽ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ പ്രോസസ്സ് മാത്രം ചെയ്താൽ മതി. കാരണം രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് കോമ്പൗണ്ട് ആയിട്ടുള്ള സാധനങ്ങൾക്ക് മാത്രമാണ്. സിൽവറിനും ഗോൾഡിനും രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പൊ ജസ്റ്റ് എങ്ങനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന് മാത്രം നമ്മൾ പഠിച്ചാൽ മതി, സിൽവറും ഗോൾഡും ഒക്കെ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. ഞാൻ എഴുതിയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്നൊക്കെ. സിൽവർ ആൻഡ് ഗോൾഡ് ആർ പ്രസന്റ്. എഴുതിക്കാം. സിൽവർ ആൻഡ് ഗോൾഡ്, സിൽവർ ആൻഡ് ഗോൾഡ്, സിൽവർ ആൻഡ് ഗോൾഡ് ആർ പ്രസന്റ്, are present in the free state, in the free state, in the free state, in the free state on earth crust, on earth crust, on earth crust, in the free state on earth crust. Full stop. So we only want to, so we only want to, so we only want to remove the impurities. അതുകൊണ്ട് ഇമ്പ്യൂരിറ്റീസിനെ മാത്രം റിമൂവ് ചെയ്താൽ മതി. So we only want to remove the impurities. It is done by leaching. It is done by leaching. It is done by leaching with a solution of, with a solution of, at the bottle with a solution of NaCN or KCN, sodium cyanide or potassium cyanide. It is done by leaching with a solution of NaCN or KCN in the presence of air, in the presence of air, in the presence of air. Full stop. Gold and silver forms, gold and silver forms, gold and silver forms soluble complex with the gold and silver forms soluble complex with the NaCN or KCN, soluble complex with the NaCN or KCN, which can be extracted by, which can be extracted by, which can be extracted by, which can be extracted by an electropositive metal, an electropositive metal, which can be extracted by an electropositive metal like zinc, electropositive metal like zinc. എന്നിട്ട് താഴെ നിങ്ങൾ 2 ഇക്വേഷൻ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താ സംഭവം. 4Ag, ഇപ്പൊ സിൽവറിന്റെ മാത്രമേ നമുക്ക് എഴുതുന്നുള്ളൂ കേട്ടോ. 4Ag plus 8Cn minus plus 2H2O plus oxygen is 4AgCN twice, 4AgCN twice
minus plus 4OH minus. ഇത് നിങ്ങൾ നേരെ തന്നെ എഴുതിക്കോട്ടെ, ഇവിടെ സ്ഥലമില്ലാത്ത തന്നെ താഴത്തേക്ക് എഴുതിയതാണ്. പ്ലസ് 4OH minus. അടുത്ത സ്റ്റെപ്പില് 2AgCN twice 2AgCN twice മൈനസ് മൈനസ് ഉണ്ട് കേട്ടോ, അത് ഇവിടെ ഉണ്ട് മൈനസ് മൈനസ് പ്ലസ് സിങ്ക് gives ZnCN4 2 minus plus 2Ag. എഴുതിയോ? ഇവിടെ എന്താ സംഭവിച്ചേക്കണേ നമുക്ക് നോക്കാം. ലീച്ചിങ് എന്താണെന്ന് ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് അല്ലെ? വാട്ട് ഈസ് ലീച്ചിങ്? എഴുതിയോ? എല്ലാവരും എഴുതി കഴിഞ്ഞോ? ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഓറിനെ ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യും അല്ലെ? ഒരു സോൾവെന്റിൽ ഡിസോൾവ് ചെയ്യുന്നു, ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ നമ്മള് ബോക്സൈറ്റിനൊക്കെ ചെയ്തത്? ബോക്സൈറ്റിനെ നമ്മൾ ഏത് സോൾവെന്റിലാണ് ഡിസോൾവ് ചെയ്തത്? സോഡിയം ഹൈഡ്രോക്സൈഡിലാണ് ഡിസോൾവ് ചെയ്തത്. അതുപോലെ തന്നെ ഇവിടെ ഈ സിൽവറിന്റെയും ഗോൾഡിന്റെയും കേസിൽ ഏത് സോൾവെന്റിലാണ് ഡിസോൾവ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് പറയാമോ? ഏത് സോൾവെന്റിലാണ് സിൽവറിനെയും ഗോൾഡിനെയും ഡിസോൾവ് ചെയ്തേക്കുന്നത്? ഫൈസിന് പറയാമോ ഏത് സോൾവെന്റ് ആണെന്ന്? വിച്ച് സോൾവെന്റ്? സോഡിയം സയനൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം സയനൈഡിലാണ് സിൽവറിനെയും ഗോൾഡിനെയും ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. എന്തിന്റെ പ്രസൻസിൽ? ഓക്സിജന്റെ പ്രസൻസിൽ. അപ്പൊ അതാണ് ആദ്യത്തെ ഇക്വേഷൻ. നിങ്ങൾ നോക്കുക, അതെ ഇതാണ് നമ്മുടെ സിൽവർ. ഈ സിൽവറിൽ എന്തുണ്ട്? ഇമ്പ്യൂരിറ്റി അടങ്ങുന്ന സിൽവർ ആണിത്. ഇമ്പ്യൂരിറ്റി ഉള്ള സിൽവർ ആണ് കൊടുത്തിരിക്കുന്നത്. ആ ഇമ്പ്യൂരിറ്റി ഉള്ള സിൽവർ നമ്മൾ എന്ത് ചെയ്തു? CN മൈനസ് എന്നുണ്ട്. CN മൈനസ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ സോഡിയം സയനൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം സയനൈഡിനെയാണ് ഈ CN മൈനസ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ CN മൈനസിൽ ഈ സിൽവറിനെ ഡിസോൾവ് ചെയ്തു. എന്തിന്റെ പ്രസൻസിൽ? നമ്മളുടെ ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഡിസോൾവ് ചെയ്തു. അപ്പൊ നമുക്ക് ഒരു കോംപ്ലക്സ് കിട്ടി. എന്ത് കോംപ്ലക്സ്? ഈ സിൽവറും ഈ സയനൈഡും കൂടെ റിയാക്ട് ചെയ്തിട്ട് നമുക്കൊരു കോംപ്ലക്സ് കിട്ടി. ഈ കോംപ്ലക്സ് ശരിക്കും എന്താണ്? സോലുബിൾ കോംപ്ലക്സ് ആണ്. അതായത് ആ വാട്ടറിൽ ഡിസോൾവ് ചെയ്തു പോയി. ഈ കോംപ്ലക്സ് ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന കോംപ്ലക്സ് ആണ്. എന്നിട്ട് ആ കോംപ്ലക്സിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോപോസിറ്റീവ് ആയിട്ടുള്ള സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ ആഡ് ചെയ്തു. ഈ പറയുന്ന സൊല്യൂഷനിലേക്ക്, ഈ കോംപ്ലക്സ് അടങ്ങുന്ന സൊല്യൂഷനിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? സിങ്ക് ആഡ് ചെയ്തു. സിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കോംപ്ലക്സിലുള്ള സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് സിങ്ക് കയറി അവിടെ അങ്ങ് ഇരിക്കും. സിൽവറിനെ റീപ്ലേസ് ചെയ്തിട്ട് സിങ്ക് കയറി ആ കോംപ്ലക്സ് കയറിയിരിക്കും. അപ്പൊ നമുക്ക് സിൽവർ മാത്രമായിട്ട് പുറത്തോട്ട് കിട്ടും. അതാണ് 2Ag. കണ്ടോ? സിൽവർ മാത്രം പുറത്തേക്ക് കിട്ടും. അങ്ങനെ കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്ന സിൽവർ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സിൽവർ? വളരെ പ്യുവർ ആയിട്ടുള്ള സിൽവർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാത്ത ഒരു സിൽവർ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അത്രേ ഉള്ളൂ. ഇതിനെയാണ് ഹൈഡ്രോ മെറ്റലർജി എന്ന് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് സ്റ്റെപ്പ്? ആദ്യം നമ്മൾ സിൽവറിനെ അല്ലെങ്കിൽ ഗോൾഡിനെ, സിൽവറോ ഗോൾഡോ എന്ത് വേണമെങ്കിലും എഴുതാം. അവിടെ നമ്മൾ പൊട്ടാഷ്യം സയനൈഡില് അല്ലെങ്കിൽ സോഡിയം സയനൈഡിൽ ഓക്സിജന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും? ഈ സിൽവർ ആ സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ടാവും. ആ കോംപ്ലക്സിന്റെ സ്ട്രക്ചർ ഒക്കെ കാണാണ്ട് പഠിക്കണം കേട്ടോ. ആ കോംപ്ലക്സിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള, സിൽവറിനേക്കാളും ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റൽ സിങ്ക് അത് ആഡ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള മെറ്റൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് കയറിയ കോംപ്ലക്സിൽ കയറിയിരിക്കുകയും സിൽവറിനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അങ്ങനെ കിട്ടുന്ന സിൽവറിനെ നമുക്ക് എടുക്കാം. അത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ഹൈഡ്രോ മെറ്റലർജി. ഇതോടുകൂടി നമ്മളുടെ കോൺസെൻട്രേഷൻ പ്രോസസ്സുകൾ കഴിഞ്ഞു. അപ്പൊ മെറ്റലർജിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഭാഗം ഇതോടുകൂടി കഴിഞ്ഞു. ഇനി ഇതിനകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട്സ്? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാം. എല്ലാവരും റോമൻ ലെറ്റർ 2 എന്നിടുക. 2. Roman letter 2. Extraction of
extraction of crude metal from concentrated ore. Extraction of crude metal from concentrated ore. Extraction of crude metal from concentrated ore. ഇവിടെ എന്താണ് ചെയ്യാൻ പോണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളുക. ഇപ്പൊ നമ്മളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇപ്പൊ കോൺസെൻട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ആൾറെഡി പറഞ്ഞു. ഇപ്പൊ എന്താ നമ്മുടെ കയ്യിലുള്ളത്? കോൺസെൻട്രേഷൻ റിഫൈൻ ചെയ്ത് കഴിഞ്ഞുള്ള സാൻഡും ഇതൊക്കെ. റിഫൈനിങ് മൂന്നാമത്തെ സ്റ്റെപ്പാണ്. അല്ല, സാൻഡും ഇതെല്ലാം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു മെറ്റൽ അല്ല, മെറ്റലിന്റെ കോമ്പൗണ്ട്. അതായത് ഓർ എന്ന് പറഞ്ഞാൽ തന്നെ മെറ്റലിന്റെ കോമ്പൗണ്ട് ആണല്ലോ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്ത് NCERT പുസ്തകം കയ്യിലില്ലേ? എല്ലാരും ആ പുസ്തകം ഒന്ന് തുറന്ന് ആ പുസ്തകത്തിലെ ടേബിൾ 6.1 എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതൊന്നും എടുത്തേ എല്ലാരും. ടേബിൾ 6.1, അതായത് ആ ചാപ്റ്റർ തുടങ്ങി തൊട്ടടുത്ത പേജിൽ തന്നെ, ചാപ്റ്റർ 6 തൊട്ടടുത്ത പേജിൽ തന്നെ കിടക്കുന്നുണ്ട്. ഒക്വറൻസ് ഓഫ് മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു സെഷനില് ടേബിൾ 6.1 പ്രിൻസിപ്പൽ ഓർസ് ഓഫ് സം ഇമ്പോർട്ടന്റ് മെറ്റൽസ് കണ്ടോ എല്ലാരും? അതിൻ്റെ അകത്ത് ഓരോ മെറ്റലിന്റെയും ഓറിന്റെ പേര് അവർ കൊടുത്തേക്കണുണ്ടോ? അലുമിനിയത്തിന്റെ ഓറുകളൊക്കെ ഒന്ന് നോക്കിക്കേ. ബോക്സൈറ്റ് ഉണ്ട് അല്ലെ, കവലിനൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ അയണിന്റെ ഹൈമറ്റൈറ്റ് ഉണ്ട്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്, കോപ്പറിന്റെ കോപ്പർ പൈറൈറ്റ്, മാലക്കൈറ്റ്, ഉപ്രൈറ്റ്, കോപ്പർ ഗ്ലാൻസ്, സിങ്കിന്റെ ആകുമ്പോൾ സിങ്ക് ബ്ലൻഡ് അല്ലെങ്കിൽ സ്പെലറൈറ്റ്, കലാമിൻ, സിൻസൈറ്റ്. ഇത്രയാണ് ഓർസ്. ആ ഓറിന്റെ ഒക്കെ ഫോർമുല കിടക്കണുണ്ടോ? അതിന്റെ തൊട്ടപ്പുറം അതിന്റെ ഫോർമുല. അപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക. ഇപ്പൊ കലാമിൻ എന്ന് പറയുന്ന ഓർ എടുക്കുക. സിങ്കിന്റെ ഓറാണ് കലാമിൻ. ആ കലാമിന്റെ ഫോർമുല എന്താന്ന് നോക്കിയേ, സിങ്ക് കാർബണേറ്റ് ആണ്. അതിന്റെ അർത്ഥം നമ്മളുടെ ഭൂമിയിൽ നിന്ന് സിങ്ക് കുഴിച്ചെടുക്കുമ്പോൾ കലാമിനായിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഫോർമുല സിങ്ക് കാർബണേറ്റ് എന്നാണ്. ആ സിങ്ക് കാർബണേറ്റിൽ നിന്നാണ് നിങ്ങൾ എന്ത് ചെയ്തത്? ഇപ്പോ അതിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നുള്ള മണ്ണ്, ചെളി പോലെയുള്ള സാധനങ്ങളെയൊക്കെയാണ് റിമൂവ് ചെയ്തത്. അതാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളത്? ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളത് സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്ന സാധനമാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്. അതിൻ്റെ അകത്തു നിന്നുള്ള മണ്ണും ചെളിയൊക്കെയാണ് നിങ്ങളിപ്പോ നീക്കം ചെയ്തിട്ടുള്ളൂ. അപ്പൊ സിങ്ക് കാർബണേറ്റ് ആണ് ഇനി നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഇരിക്കുന്നത്. ഇനി ആ സിങ്ക് കാർബണേറ്റിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? സിങ്കിനെ റിമൂവ് ചെയ്യാൻ. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അതാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം ദ ഓർ എന്ന് പറഞ്ഞേക്കുന്നത്. ഓർ ഏതാ? ഓർ സിങ്ക് കാർബണേറ്റാ. ആ സിങ്ക് കാർബണേറ്റിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി സിങ്കിനെ മാത്രം വേർതിരിച്ചെടുക്കണം. ഇനി ഫോർ എക്സാമ്പിൾ സിങ്ക് വേണ്ട, അപ്പൊ അയണാന്ന് വിചാരിക്കുക. അയണാണെങ്കിൽ എന്താണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്, അയൺ പൈറൈറ്റ്. അതിന്റെയൊക്കെ ഫോർമുല നോക്കിക്കേ. അപ്പൊ നിങ്ങൾ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തത് അയൺ പൈറൈറ്റ് ആണെന്ന് വിചാരിക്കുക. അയൺ പൈറൈറ്റ് ആണ് ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുത്തെങ്കിൽ എന്ത് സാധനമായിരിക്കും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്? എന്ത് സാധനമായിരിക്കും ബേസിലിരിക്കുന്നത്? അയൺ പൈറൈറ്റ് ആണ് കുഴിച്ചെടുക്കുന്നതെങ്കിൽ എന്ത് സാധനമായിരിക്കും കയ്യിലിരിക്കുന്നത് ബേസില്? FeS2. അയൺ സൾഫൈഡ് ആണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതിൽ നിന്നുള്ള ചെളിയും മണ്ണും ഒക്കെയാണ് നിങ്ങളിപ്പോ കോൺസെൻട്രേഷൻ വഴി റിമൂവ് ചെയ്ത് കളഞ്ഞേക്കുന്നത്. ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം എന്താ? FeS2 എന്ന് പറഞ്ഞ സാധനം തന്നെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. കോൺസെൻട്രേഷൻ കഴിഞ്ഞു എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് മെറ്റൽ കിട്ടിയിട്ടില്ല. നിങ്ങൾ ആ ഓറിൽ നിന്നുള്ള ഇമ്പ്യൂരിറ്റീസിനെ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ. ഓർ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കുകയാണ്. FeS2 എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഹേമറ്റൈറ്റ് ആണെങ്കിൽ Fe2O3 അതാണ് നിങ്ങളുടെ കയ്യിലിരിക്കണേ. ഇനി അതിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? നിങ്ങൾക്ക് ആ എണ്ണ മാത്രം മതിയല്ലോ. അപ്പൊ ആ എണ്ണ മാത്രം വേർതിരിച്ചെടുക്കണം. ഇതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം ദ ഓർ. മനസ്സിലായോ എല്ലാവർക്കും? ഇതിനെയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ ഫ്രം ദ ഓർ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പറയുന്ന ക്രൂഡ് മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യുന്നത് എല്ലാ ഓറിനെയും, അതിപ്പോ ഫോർ എക്സാമ്പിൾ സൾഫൈഡ് ഓർ ഉണ്ട് അല്ലെ? നിങ്ങൾക്ക് ആ ടേബിളിൽ കാണാലോ.
സൾഫൈഡ് ഓർ ഉണ്ട്, കാർബണേറ്റിന്റെ ഓർ ഉണ്ട്, പിന്നെ ഏതാ സൾഫേറ്റിന്റെ ഓർ ഉണ്ട്, ഓക്സൈഡ് ഉണ്ട്, ഹൈഡ്രോക്സൈഡ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഓർ ആ ടേബിളിൽ കാണാം. ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അതിന്റെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ്? എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ എന്നുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? എന്ത് തരം ഓർ ആണെങ്കിലും ആ ഓറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ ഓൾറെഡി ഓക്സൈഡ് ആണെങ്കിൽ ഓക്സൈഡ് ആക്കണ്ട. ഓക്സൈഡ് അല്ലാത്ത ഓർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യണം. റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുക, ഇത് എഴുതിയെടുക്കേണ്ട കേട്ടോ ആരും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്താണ്? സിങ്ക് കാർബണേറ്റ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വിചാരിക്കും. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ സിങ്ക് കാർബണേറ്റിനെ എന്ത് ചെയ്യണം? അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറ്റണം, സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറ്റണം. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിനെ റെഡ്യൂസ് ചെയ്യണം എന്നാ പറഞ്ഞത്. എങ്ങനെയാ അതിനെ റെഡ്യൂസ് ചെയ്യണത്? റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാ? വാട്ട് ഈസ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്താ റെഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞതിന്റെ അർത്ഥം? ഹാഫിസ് മുഹമ്മദ്. അത് റിയാക്ടിവിറ്റി കൂടിയ എലമെന്റ് ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് സിഡിലിനെ പുറത്തേക്ക് അത്രയൊന്നും വലിച്ചു നീട്ടണല്ലോ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനൊരു സിമ്പിൾ ഡെഫിനിഷൻ ഉണ്ട്. വാട്ട് ഈസ് റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സിമ്പിൾ ഡെഫിനിഷൻ. ലോസിങ് ഓഫ് ഓക്സിജൻ. ഓക്സിജനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്നതിനെയാണ് റിഡക്ഷൻ. കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഹൈഡ്രജനെ ആഡ് ചെയ്യുക അല്ലെങ്കിൽ ഓക്സിജനെ റിമൂവ് ചെയ്യുക, അതിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഇപ്പൊ ഒരു ഓക്സിജൻ ഉണ്ടല്ലോ, സിങ്ക് ഓക്സൈഡിൽ ഓക്സിജൻ ഇല്ലേ? ഈ ഓക്സിജനെ അങ്ങ് റിമൂവ് ചെയ്യുന്നതിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് കിട്ടും. ഇത്രയേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഏത് ഓറാണെങ്കിലും അതിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഈ രണ്ട് സ്റ്റെപ്പ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രൂഡ് മെറ്റൽ കിട്ടും. അപ്പൊ എല്ലാവരും എഴുതിക്കോളൂ. It involves the following steps. 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 എന്നിട്ട് സ്റ്റെപ്പ് 1 എന്ന് എഴുതുക. സ്റ്റെപ്പ് 1. സ്റ്റെപ്പ് 1. Conversion of the ore into its oxide. Conversion of the ore into its oxide. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, ഓക്സൈഡ് ആക്കി മാറ്റുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2. Reduction of the oxide. Reduction of the oxide. Reduction of the oxide to the corresponding metal. Reduction of the oxide to the corresponding metal. Reduction of the oxide to the corresponding metal. ശരി. അപ്പൊ ഇനി അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ്. ഇനി സ്റ്റെപ്പ് 1 എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. സ്റ്റെപ്പ് 1. എന്താണ്? റിഡക്ഷൻ ഓഫ് ദ ഓക്സൈഡ് ടു ദ കറസ്പോണ്ടിങ് മെറ്റൽ. ടു ദ കറസ്പോണ്ടിങ് മെറ്റൽ. ഇനി നിങ്ങൾ നോക്കുക, ഇതിന്റെ അകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുക. ഇതല്ലേ ആദ്യത്തെ സ്റ്റെപ്പ്. ഈ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നതിന് 2 രീതികളുണ്ട്. 2 രീതിയിലാണ് നമ്മൾ ഒരു ഓറിനെ എന്താക്കി മാറ്റുന്നത്? ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ രീതിക്ക് പറയുന്ന പേരാണ് കാൽസിനേഷൻ. എന്താണ് പറയുന്നത്? കാൽസിനേഷൻ. രണ്ടാമത്തെ രീതിക്ക് പറയുന്ന പേരാണ് റോസ്റ്റിംഗ്. എന്താണ്? റോസ്റ്റിംഗ്. ആദ്യത്തെ രീതിയാണ് കാൽസിനേഷൻ, രണ്ടാമത്തെ രീതിയാണ്
റോസ്റ്റിംഗ്. ഇത് രണ്ടും ആ സ്റ്റെപ്പ് 1 തന്നെയാണ് കേട്ടോ. സ്റ്റെപ്പ് 1 നടക്കുന്ന രണ്ട് പ്രോസസ്സാണ് കാൽസിനേഷനും റോസ്റ്റിംഗും. അതായത് ഒരു ഓറിനെ ശ്രദ്ധിക്കുക, ഒരു ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുക എന്നുള്ളതാണല്ലോ ഫസ്റ്റ് സ്റ്റെപ്പ്. അങ്ങനെ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന രണ്ട് മെത്തേഡുകളാണ്. ഒന്നെങ്കിൽ കാൽസിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്യുക. ഈ മെത്തേഡ് വഴിയാണ് നിങ്ങൾ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഓർ എടുക്കുക. അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ സിങ്ക് കാർബണേറ്റ്, ആദ്യം പറഞ്ഞ ഓർ തന്നെ എടുക്കുക. സിങ്ക് കാർബണേറ്റ് എന്ന് പറയുന്ന ഓർ എടുത്തു. അപ്പൊ ഇതൊരു കാർബണേറ്റ് ഓറല്ലേ? കാർബണേറ്റ് ആയിട്ടുള്ള ഓറോ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ഓറോ? വേഗം ഓർത്ത് വെച്ചോളുക. കാർബണേറ്റ് ആയിട്ടുള്ള ഓറ് അല്ലെങ്കിൽ ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള ഓറാണെങ്കിൽ നമ്മൾ അതിനെ കാൽസിനേഷൻ വഴിയാണ് ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. എന്തായാലും ഈ സാധനത്തിന് ഓക്സൈഡ് ആക്കിയാണല്ലോ മാറ്റേണ്ടത്. അപ്പൊ അതിനെ ഏത് മെത്തേഡ് ഉപയോഗിക്കണം? കാൽസിനേഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കാർബണേറ്റിനെയും ഈ പറയുന്ന ഹൈഡ്രോക്സൈഡിനെയും നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റുന്നത്. അപ്പൊ എന്താണ് കാൽസിനേഷൻ എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളുക. കാൽസിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയർ, അതായത് ഒത്തിരി എയറിന്റെ പ്രസൻസിൽ അല്ലാണ്ട് വളരെ ഓക്സിജന്റെ അളവ് വളരെ കുറച്ച് നമ്മൾ വസ്തുവിനെ ചൂടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാൽസിനേഷൻ എന്ന് പറയുന്നത്. അതായത് ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ ഒരു വസ്തുവിനെ ചൂടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കാൽസിനേഷൻ. ഓക്സിജൻ ഒത്തിരി കൊടുക്കില്ല, ഓക്സിജന്റെ ആബ്സെൻസിൽ നമ്മൾ ഒരു വസ്തുവിനെ ചൂടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ കാൽസിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചൂടാക്കുമ്പോഴാണ് എന്താ മാറുന്നത്? ഈ കാർബണേറ്റ് ഒക്കെ എന്തായിട്ട് മാറും? ഓക്സൈഡ് ആക്കി മാറും. ഇനി റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ്. ധാരാളം ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഒരു വസ്തുവിനെ ചൂടാക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ് കാൽസിനേഷനും റോസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസം? ഓക്സിജന്റെ ആബ്സെൻസിൽ, അതായത് വലിയ കാര്യമായിട്ട് ഓക്സിജൻ ഒന്നും കൊടുക്കാണ്ട് നമ്മളൊരു വസ്തുവിനെ ചൂടാക്കുകയാണെങ്കിൽ അതിനെ കാൽസിനേഷൻ എന്ന് പറയും. ധാരാളം ഓക്സിജന്റെ പ്രസൻസിൽ ഒരു വസ്തുവിനെ ചൂടാക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അതിനെ റോസ്റ്റിംഗ് എന്ന് വിളിക്കും. അപ്പൊ കാൽസിനേഷൻ ചെയ്യുന്നത് ഏതൊക്കെ ഓറിനാണെന്നാണ് ഞാൻ പറഞ്ഞത്? ഏതൊക്കെ ഓറിനാണ് കാൽസിനേഷൻ ചെയ്യുന്നത്? പാരിസ്, എന്തൊക്കെ ഓറിനാണ് കാൽസിനേഷൻ ചെയ്യുന്നത്? കാർബണേറ്റ്സിനും പിന്നെ ഹൈഡ്രോക്സൈഡ്സിനും. കാർബണേറ്റ്സിനെയും ഹൈഡ്രോക്സൈഡിനെയും, അതിനെയാണ് നമ്മൾ കാൽസിനേറ്റ് ചെയ്യുന്നത്. ഇനി റോസ്റ്റിംഗ് ചെയ്യുന്നത് ആരെയാന്ന് പറയണം? റോസ്റ്റിംഗ് ചെയ്യുന്നത് സൾഫൈഡ് ഓറിനെയാണ്. എന്തിനാണ്? സൾഫൈഡ് ആയിട്ടുള്ള ഓർസിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. അപ്പൊ അതോടുകൂടി സ്റ്റെപ്പ് 1 തീർന്നു. അപ്പൊ സ്റ്റെപ്പ് 1 എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ സ്റ്റെപ്പ് 1 വാട്ട് ഈസ് സ്റ്റെപ്പ് 1? എന്താണ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ? കൈലാസനാഥൻ പറഞ്ഞ എന്താ സ്റ്റെപ്പ് 1 ചെയ്യുന്നത്? അതിന് ഓറിനെ കൺവേർട്ട് ചെയ്യും, ഓക്സൈഡ്. ഓറിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഓറിനെ ഓക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള രണ്ട് മെത്തേഡ് ഏതൊക്കെയാ കൈലാസനാഥൻ? ഏതൊക്കെ രണ്ട് മെത്തേഡ്? കാൽസിനേഷൻ, റോസ്റ്റിംഗ്. കാൽസിനേഷൻ, റോസ്റ്റിംഗ്. എന്താ കാൽസിനേഷൻ റോസ്റ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം? കാൽസിനേഷനില് എയർ ഇല്ലാണ്ട്, ഓക്സിജൻ ഇല്ലാണ്ട് ഹീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ലിമിറ്റഡ് സപ്ലൈ, കുറച്ച് എയറിന്റെ പ്രസൻസിന് മാത്രം ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുന്നതാണ് കാൽസിനേഷൻ. റോസ്റ്റിംഗോ? റോസ്റ്റിംഗ് ഹീറ്റ്, എയർ ഓക്സിജൻ ഉള്ള അല്ലെങ്കിൽ എയറിന്റെ പ്രസൻസിൽ നമ്മൾ ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാരും എഴുതിക്കോ, താഴെ എഴുതിക്കോളൂ എല്ലാരും. സ്റ്റെപ്പ് 1 ബ്രാക്കറ്റില് കൺവേർഷൻ ടു ഓക്സൈഡ് എന്ന് എഴുതുക. അതാണല്ലോ സ്റ്റെപ്പ് 1, കൺവേർഷൻ ടു ഓക്സൈഡ്. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. സ്റ്റെപ്പ് 1 ബ്രാക്കറ്റിലെ കൺവേർഷൻ ടു ഓക്സൈഡ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ക്യാൻ ബി ഡൺ ഇൻ 2 ways. Can be done in 2 ways. Can be done in 2 ways. എന്നിട്ട് എ എന്നിട്ടിട്ട് താഴെ എ എന്നിട്ടിട്ട് കാൽസിനേഷൻ എഴുതുക. ബോർഡിൽ എഴുതിയേക്കണ മാതിരി കാൽസിനേഷൻ എഴുതുക. എ, കാൽസിനേഷൻ. എന്നിട്ട് എഴുതുക this method is used to convert carbonate
and hydroxide ore, carbonate and hydroxide ore, ഈ ഓർ എന്ന് പറയുന്ന ORE ഓറാണ് കേട്ടോ. കാർബണേറ്റ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഓർ into its oxide, into its oxide. Into its oxide. Full stop. In this process, the ore is heated. In this process, the ore is heated. The ore is heated in limited supply of air. 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 അത്രേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾസ് താഴെ എഴുതി വെച്ചോളുക. താഴെ കുറച്ച് എക്സാമ്പിൾ എഴുതി വെക്കുക. എക്സാമ്പിൾ, ഈ സിങ്ക് കാർബണേറ്റിനെ എന്ത് ചെയ്യണം, നമ്മൾ ഹീറ്റ് ചെയ്യണം. ഇത് സോളിഡ് ആണ്, അപ്പൊ അത് എന്തായിട്ട് മാറും, അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും. സിങ്ക് കാർബണേറ്റ് എന്നുള്ളത് സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറും, പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ തന്നെ വേറൊരാണ് കാൽഷ്യം കാർബണേറ്റ് ഡോട്ട് മഗ്നീഷ്യം കാർബണേറ്റ്. ഇങ്ങനെ ഒരു ഓറുണ്ട്, കാൽഷ്യം കാർബണേറ്റ് മഗ്നീഷ്യം കാർബണേറ്റ്. അതിനെ നമ്മൾ കാൽസിനേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, കാൽഷ്യം ഓക്സൈഡും മഗ്നീഷ്യം ഓക്സൈഡുമായിട്ട് മാറും, പ്ലസ് CO2. പിന്നെ ഒരു ഹൈഡ്രോക്സൈഡ്, അപ്പൊ Fe2O3.XH2O, ഇങ്ങനെ ഒരു സാധനം വിചാരിക്കുക. ഇതിനെ നമ്മൾ കാൽസിനേറ്റ് ചെയ്താൽ മതി. ഹീറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും, Fe2O3 ആയിട്ട് തന്നെ മാറും. അതിന്റെ ഓക്സൈഡ് ആയിട്ട് മാറും. ഈ വാട്ടർ പുറത്തോട്ട് പോകുമ്പോൾ XH2O. ഇതൊക്കെയാണ് കാൽസിനേഷന്റെ എക്സാമ്പിൾസ്. എല്ലാ ഓറിനെ ഓക്സൈഡ് ആയിട്ട് മാറ്റുക ലിമിറ്റഡ് സപ്ലൈ ഓഫ് എയറിൽ. അല്ലെ, നിങ്ങൾ നോക്കിക്കുക, എല്ലാ ഓറിനെ ഓക്സൈഡ് ആയിട്ടല്ലേ മാറ്റിയേക്കണത്. അയൺ ഓക്സൈഡ് ആക്കി മാറ്റി, സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റി, കാൽഷ്യം ഓക്സൈഡ് ആക്കി മാറ്റി, മഗ്നീഷ്യം ഓക്സൈഡ് ആക്കി മാറ്റി, എല്ലാത്തിനും ഓക്സൈഡ് ആക്കി മാറ്റി. എയറിന്റെ ആബ്സെൻസിലാണ് നമ്മളിവിടെ ഹീറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ കാൽസിനേഷൻ എന്ന് വിളിക്കുന്നത്. അടുത്ത ബി എന്നിടുക. ബി, റോസ്റ്റിംഗ് എന്ന് കൊടുക്കുക. എന്നിട്ട് റോസ്റ്റിംഗ്, റോസ്റ്റിംഗിന്റെ സ്പെല്ലിങ് ROA എന്നാണ് കേട്ടോ. ROA. ROASTING, റോസ്റ്റിംഗ്. എന്നിട്ട് എഴുതിക്കൊള്ളുക, this method is used to convert sulfide ores into its oxide. Full stop. Here the ore is heated in a regular supply of air. അത് ധാരാളം എയർ കൊടുത്തിട്ടാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന്. റെഗുലർ സപ്ലൈ, ലിമിറ്റഡ് സപ്ലൈ അല്ല, റെഗുലർ സപ്ലൈ ഓഫ് എയർ.
അതായത് സൾഫൈഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ എക്സാമ്പിൾ എഴുതിക്കൊള്ളുക. അതിന് ഇതുപോലെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ 2ZnS സൾഫൈഡ് ഓറാണ്, സിങ്ക് സൾഫൈഡ്. അതിന് നമ്മൾ എന്ത് ചെയ്യാണ്? അതിനെ നമ്മൾ ലിമിറ്റഡ് സപ്ലൈ അല്ലാതെ റെഗുലർ സപ്ലൈ ഓഫ് എയർ, ഓക്സിജന്റെ പ്രസൻസിലാണ് ഹീറ്റ് ചെയ്യുന്നത്. ഓക്സിജന്റെ പ്രസൻസിൽ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾക്ക് എന്തായിട്ട് മാറും? 2ZnS എന്നുള്ളത് ZnO ആയിട്ട് മാറും. ZnS എന്തായിട്ട് സൾഫൈഡ് എന്തായിട്ട് മാറി? ഓക്സൈഡ് ആയിട്ട് മാറി. പ്ലസ് 2SO2. അല്ലെങ്കിൽ വേറൊരു എക്സാമ്പിൾ അതിന് 2PbS ലെഡ് സൾഫൈഡ് പ്ലസ് 3O2. അതിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ പോലെ തന്നെ 2PbO ലെഡ് ഓക്സൈഡ് ആയിട്ട് മാറുന്നു, 2SO2. അല്ലെങ്കിൽ 2Cu2S കോപ്പറിന്റെ സൾഫൈഡ്, അതും ഇതുപോലെ തന്നെ 3O2 ഈസ് 2Cu2O പ്ലസ് 2SO2. ഇതാണ് റോസ്റ്റിംഗ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തേ? ഓറിനെ മൊത്തം നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റി. എല്ലാ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ് ചന്ദന? വാട്ട് ഈസ് സെക്കൻഡ് സ്റ്റെപ്പ്? എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞേ? ഓക്സൈഡ് ആക്കി മാറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ചന്ദന, ഓക്സൈഡ് ആക്കി മാറ്റിയിട്ട് പിന്നെ ഹീറ്റ് ചെയ്യണോ ചെയ്യുന്നത്? ശ്രദ്ധിക്കണില്ലല്ലോ നിങ്ങൾ, ചുമ്മാ എന്തോ മാനത്തേക്ക് നോക്കി ഇരിക്കുകയെന്ന് തോന്നുന്നല്ലോ. ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധ 10-16 വയസ്സല്ലേ ആയുള്ളൂ, ഒരു ശ്രദ്ധ അങ്ങോട്ട് കിട്ടണില്ലല്ലോ. വേറെ എന്നെ ആലോചിച്ചോണ്ടിരിക്കുക നിങ്ങൾ, എനിക്കറിയാൻ മേലാത്തോണ്ടിരിക്കുക. അത് രാവിലെ തന്നെ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കുക കേട്ടോ. പറയുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തിരിക്കൂ, വേറെ എന്തെങ്കിലും കാര്യം ആലോചിച്ചോണ്ടിരിക്കാണ്ട്. ഞാൻ പറഞ്ഞതാണ് എന്താണ് ചെയ്യേണ്ടത്. 2 സ്റ്റെപ്പ് ഉണ്ട്. ആദ്യത്തെ സ്റ്റെപ്പിൽ ഓക്സൈഡ് ആക്കി മാറ്റും. ഞാൻ ഒരെണ്ണെടുത്ത എക്സാമ്പിൾ എടുത്ത് കാണിച്ചത് സിങ്ക് കാർബണേറ്റിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റുന്നത് ഞാൻ കാണിച്ചത്. അത് കഴിഞ്ഞിട്ട് എന്നാ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? ഓക്സൈഡ് ആക്കി മാറ്റി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? എന്താ ചെയ്യുന്നത്? ഓക്സൈഡ് ആക്കി മാറ്റി കഴിഞ്ഞിട്ട് ഫാരിസ് ഫാരിസ് അത് ഓക്സൈഡിന് റെഡ്യൂസ് ചെയ്യും. റെഡ്യൂസ് ചെയ്യും. ഓക്സിജനെ റിമൂവ് ചെയ്യണോ ഇനി? അതല്ലേ നമ്മളിനി ചെയ്യുന്നേ. ഒരു സാധനത്തിന് ഓക്സൈഡ് ആക്കി മാറ്റി. ഇനി നമുക്ക് മെറ്റൽ അല്ലേ അതിന്റെ അകത്തുനിന്ന് വേണ്ടത്. ഇപ്പൊ നിങ്ങൾ നോക്കാം, നിങ്ങൾ എഴുതി വെച്ചേക്കുന്നതൊക്കെ ഇപ്പൊ ഓക്സൈഡ് ആയിട്ട് ചെയ്യും. സിങ്ക് ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, കോപ്പർ ഓക്സൈഡ്, അങ്ങനെയല്ലേ ഇപ്പൊ കിട്ടിയേക്കുന്നത് മൊത്തം. ഇനി കാൽസിനേഷൻ വഴിയാണെങ്കിലും കിട്ടിയത് എന്താണെന്ന് നോക്ക്. അയൺ ഓക്സൈഡ്, സിങ്ക് ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, ഇങ്ങനെയല്ലേ കിട്ടിയേക്കുന്നത്. ഇനി അതിനകത്ത് ആ ഓക്സിജനെ റിമൂവ് ചെയ്താലല്ലേ നിങ്ങൾക്ക് മെറ്റൽ കിട്ടുള്ളൂ. ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇച്ചിരി പറഞ്ഞതാ റിഡക്ഷൻ. അപ്പൊ ഇനി അടുത്ത സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ് റിഡക്ഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, കാൽസിനേഷൻ റോസ്റ്റിംഗ് വഴി നമ്മൾ ഓക്സൈഡ് ആക്കി മാറ്റി. ഇനി സെക്കൻഡ് സ്റ്റെപ്പാണ് റിഡക്ഷൻ. അപ്പൊ എല്ലാവരും എഴുതുക സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 2 ഹെഡിങ് ഒന്നും കൊടുക്കണ്ട. സ്റ്റെപ്പ് 2 ഈസ് ദ reduction of step 2 is the reduction of oxide to metal. Step 2 is the reduction of oxide to metal. Reduction of oxide to metal. അതിപ്പോ എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? എങ്ങനെയാണ് ഈ ഓക്സൈഡിനെ ഒക്കെ ഇനി റെഡ്യൂസ് ചെയ്യുന്നത്? ഈ ഓക്സൈഡിനെ ഒക്കെ നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? മെറ്റലാക്കി മാറ്റുന്നത് എങ്ങനെയായിരിക്കും? നിഹാലിന് എന്തെങ്കിലും ഊഹമുണ്ടോ എങ്ങനെയാണ് മെറ്റലിനെ ഒക്കെ റെഡ്യൂസ് അല്ലെങ്കിൽ ഓക്സൈഡിനെ ഒക്കെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കണേന്ന്?
നിഹാല് ഓഡിയോ ഇല്ലല്ലോ, ഓഡിയോ ഇല്ല കേൾക്കാൻ പറ്റുന്നില്ല. അമാൻ എങ്ങനെയാണ് ഈ മെറ്റലിനെ ഒക്കെ അല്ല ഈ ഓക്സൈഡിനെ ഒക്കെ റെഡ്യൂസ് ചെയ്ത് മെറ്റലാക്കുന്നത്? കിട്ടണില്ല. റെഡ്യൂസ് ചെയ്യാൻ സാധാരണ നമ്മൾ എന്നാ ചെയ്യാറ്? ആൽഡ്രിൻ ഓർക്കണില്ല. അല്പക്കഥ റെഡ്യൂസിങ് ഏജൻസ് വെച്ച് റെഡ്യൂസിങ് ഏജന്റ് വെച്ചല്ലേ റെഡ്യൂസ് ചെയ്യാറ് സാധാരണ. ഏതെങ്കിലും റെഡ്യൂസിങ് ഏജന്റ് ആഡ് ചെയ്യുക ഈ ഓക്സൈഡിലേക്ക്. അപ്പൊ ആ റെഡ്യൂസിങ് ഏജന്റ് എന്ത് ചെയ്യും? റിഡക്ഷന് സഹായിക്കും. റെഡ്യൂസിങ് ഏജന്റ് എന്ത് ചെയ്യും? ഈ ഓക്സിജനെ പിടിച്ചോണ്ട് പോകും. ഇപ്പൊ സിങ്ക് ഓക്സൈഡ് ആണെന്ന് വിചാരിക്കുക. പിന്നെ അത് സിങ്ക് ഓക്സൈഡ് കിട്ടിയിട്ടില്ലേ നിങ്ങൾക്ക്? ആ സിങ്ക് ഓക്സൈഡിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റിനെ ആഡ് ചെയ്യുക. അപ്പൊ റെഡ്യൂസിങ് ഏജന്റ് എന്ത് ചെയ്യും? സിങ്ക് ഓക്സൈഡിലുള്ള ഓക്സിജനെ വലിച്ചോണ്ട് പോകുള്ളൂ. അപ്പൊ നമുക്ക് സിങ്ക് കിട്ടും. അത്രേ ഉള്ളൂ. റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിഡക്ഷൻ നടത്തുന്നത്. അപ്പൊ എഴുതിക്കോളൂ, എല്ലാവരും എഴുതിക്കോളുക. In this step, the metal oxide is reduced to metal. In this step, the metal oxide is reduced to metal. Metal oxide is reduced to metal with a suitable reducing agent. With a suitable reducing agent like എന്നിട്ട് ഇതുപോലെ എഴുതുക. suitable reducing agent like carbon C, carbon monoxide CO, or any other metal. അതായത് റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ പേരാണ് എഴുതിയേക്കുന്നത്. ഒന്നെങ്കിൽ കാർബൺ ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ ഉപയോഗിച്ചിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാം. റെഡ്യൂസിങ് ഏജന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓക്സൈഡുകളെ മൊത്തം നമ്മൾ മെറ്റലാക്കി മാറ്റുകയാണ്. ആ മെറ്റലാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? നമ്മൾ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിച്ചിട്ട്. അപ്പൊ അതിന്റെ ഒരു ജനറൽ ഇക്വേഷൻ ആണ് നിങ്ങൾ ഇനി താഴെ എഴുതേണ്ടത്. താഴെ നിങ്ങൾ എഴുതുക, നമ്മളുടെ മെറ്റൽ ഓക്സൈഡിനെ ഞാൻ MXOY എന്ന് എഴുതുവാണ്. മെറ്റൽ ഓക്സൈഡ് MXOY. എന്താ MXOY എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താ? മെറ്റൽ ഓക്സൈഡ് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ മേളിൽ കിട്ടിയേക്കുന്ന സാധനങ്ങളൊക്കെ സിങ്ക് ഓക്സൈഡ്, ലെഡ് ഓക്സൈഡ്, കാൽഷ്യം ഓക്സൈഡ്, അതിനെ നമ്മൾ ജനറൽ ആയിട്ട് MXOY എന്ന് എഴുതുന്നുള്ളൂ. അതിന്റെ അകത്തേക്ക് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാൻ ഈ കാർബൺ എന്ന് പറയുന്ന റെഡ്യൂസിങ് ഏജന്റിനെ, അപ്പൊ Y, ഈ ഓക്സിജൻ എന്തോരം ഉണ്ടോ അത്രയും തന്നെ കാർബണിനെ ആഡ് ചെയ്തു. ഇവിടെ ഓക്സിജന്റെ നമ്പർ എത്രയാ? Y അല്ലേ? അപ്പൊ Y എമൗണ്ട് ഓഫ് കാർബൺ ഈ റെഡ്യൂസിങ് ഏജന്റിനെ ആഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ഓക്സിജനെ മൊത്തം ഈ കാർബൺ വലിച്ചോണ്ട് പോകും. അപ്പൊ നമുക്ക് Y എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് കിട്ടുന്നു, പ്ലസ് നമുക്ക് മെറ്റൽ കിട്ടും XM. മെറ്റൽ നമുക്ക് ബാക്കി കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ മെറ്റലിനെ റെഡ്യൂസ് ചെയ്തെടുക്കുന്നത്. ഇതൊരു ജനറൽ റിയാക്ഷൻ മാത്രമാണ്. മെറ്റൽ ഓക്സൈഡിനെ ഞാൻ കാർബൺ വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാർബൺ മൊത്തം ഈ ഓക്സിജനെ വലിച്ചോണ്ട് പോയി. അങ്ങനെ മെറ്റൽ മാത്രമായിട്ട് നമുക്ക് കിട്ടി. ഇതിനെയാണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇത് റിഡക്ഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താ? തുടക്കത്തിൽ മെറ്റലിന്റെ കൂടെ ഓക്സിജൻ ഉണ്ടായിരുന്നു. റിയാക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മെറ്റലിന്റെ കൂടെ ഓക്സിജൻ ഇല്ല. അപ്പൊ ഓക്സിജൻ പോകുന്ന പ്രോസസ്സിനല്ലേ റിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ മെറ്റലിൽ നിന്ന് ഓക്സിജൻ ആരുടെ കൂടെ പോയി? കാർബണിന്റെ കൂടെ പോയി.
അപ്പൊ അതുകൊണ്ട് ഈ പ്രോസസ്സിന് നമുക്ക് റിഡക്ഷൻ എന്ന് പറയാം. അപ്പൊ നമുക്ക് മെറ്റൽ കിട്ടി, ഇത്രയേ ഉള്ളൂ. സോ ദിസ് ഈസ് ഇതിനെയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് ക്രൂഡ് മെറ്റൽ. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന മെറ്റലിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഈ കിട്ടിയിരിക്കുന്ന മെറ്റലാണ് ക്രൂഡ് മെറ്റൽ. എന്താണ്? അസംസ്കൃത ലോഹമാണ് കിട്ടിയിരിക്കുന്നത്. ക്രൂഡ് മെറ്റൽ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ക്രൂഡ് മെറ്റൽ. അപ്പൊ ഇനി ഒന്ന് വായിച്ചു നോക്കി, എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എല്ലാരും വായിച്ചിട്ട് ഒരാള് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ആദ്യം തൊട്ട് പറയണം എന്താണ് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യണമെന്ന്. കോൺസെൻട്രേറ്റഡ് ഓർഡിന് എന്തൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ പറയണം. എൽവിൻ പറഞ്ഞ, എൽവിൻ. ഓഡിയോ ഓൺ ചെയ്തിട്ട് പറയാം കേട്ടോ. ഓഡിയോ ഓൺ ചെയ്യുക, ഓഡിയോ. ഇതിപ്പോ ഞാനിത് ഓഫീസിൽ കംപ്ലൈന്റ് ചെയ്യേണ്ട അവസ്ഥയാണെന്ന് തോന്നുമല്ലോ. ഒരാളുടെ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെഡ്സെറ്റ് മേടിച്ച് വെക്കുക കേട്ടോ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഓഡിയോ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഹെഡ്സെറ്റ് മേടിച്ച് വെച്ചോളുക. കേൾക്കാൻ പറ്റുന്നില്ല എൽവിനെ? ഓക്കെ. ജസിയ. ജസിയ ഒന്ന് പറഞ്ഞ എന്തൊക്കെയാണ് ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ നടക്കുന്നതെന്ന്. സെക്കൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റും. അതിൽ 2 പ്രോസസ് ഉണ്ട്, കാൽസിനേഷനും റോസ്റ്റിങ്ങും. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ ആബ്സെൻസില് ഒരു വസ്തുവിനെ ഹീറ്റ് ചെയ്യുമ്പോൾ ഇതാക്കുന്നതാണ് കാൽസിനേഷൻ. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രസൻസിൽ ചെയ്യണത്. പിന്നെ ഓക്സൈഡിനെ റെഡ്യൂസ് ചെയ്യണം, റെഡ്യൂസിങ് ഏജന്റ് വെച്ച് റെഡ്യൂസ് ചെയ്യണം. അപ്പൊ നമുക്ക് ക്രൂഡ് മെറ്റൽ കിട്ടും. നമ്മൾ ഉപയോഗിക്കുന്ന റെഡ്യൂസിങ് ഏജന്റിന്റെ പേര് എന്തൊക്കെയാ? ഏതൊക്കെ റെഡ്യൂസിങ് ഏജന്റ് ഉപയോഗിക്കാം? കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽ. ഓക്കെ, എത്രയേ ഉള്ളൂ. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പൊ ഇനി നമ്മള് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് പോവാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഈസ് ദ തേർഡ് സ്റ്റെപ്പ്? എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിക്കേ, ഞാൻ എഴുതി തന്നിട്ടുണ്ടല്ലോ. എക്സ്ട്രാക്ഷൻ കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ക്രൂഡ് മെറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? വാട്ട് ഈസ് ദ തേർഡ് സ്റ്റെപ്പ് ഓഫ് മെറ്റലർജി? മെറ്റലർജിയുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? എന്താണ് ഹഫീഫ മൂന്നാമത്തെ സ്റ്റെപ്പ്? റിഫൈനിങ്. അടുത്ത സ്റ്റെപ്പിന്റെ പേരാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഈ റിഫൈനിങ് ഓഫ് മെറ്റൽസ് നിങ്ങളുടെ പുസ്തകത്തിൽ നല്ല വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ എഴുതുന്നില്ല, ഞാൻ പറഞ്ഞു തരും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതിയെടുക്കുക, എന്തെങ്കിലും ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ പുസ്തകത്തിലാണ് അത് അടയാളപ്പെടുത്തുന്നത്. ഈ 2 ഭാഗത്തെ പോലെയല്ല, അത് നല്ല വൃത്തിയായിട്ട് തന്നെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പുസ്തകത്തിലെ പഠിച്ചാൽ മതി. ഇപ്പൊ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പൊ അതിന്റെ ഇടയിൽ കുറച്ച് തെർമോഡൈനാമിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ഞാൻ ഈ റിഫൈനിങ് പഠിപ്പിച്ച് കഴിഞ്ഞിട്ടേ പഠിപ്പിക്കുള്ളൂ കേട്ടോ. കാരണം ഇതിനൊരു കണ്ടിന്യൂവേഷൻ ഇല്ലാണ്ടായി പോകും അല്ലെങ്കിൽ. റിഫൈനിങ് എന്ന് പറയുന്ന പ്രോസസ്സ് ആണ് ഇനി പഠിപ്പിക്കുന്നത്. 6.7 സെക്ഷൻ 6.7 എടുത്തു വെച്ചോളുക. ചുമ്മാ എടുത്തു വെച്ചാൽ മതി, നോക്കൊന്നും വേണ്ട അതിൻ്റെ അകത്തേക്ക്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിരുന്നാൽ മതി. 6.7 റിഫൈനിങ്. റിഫൈനിങ്. അപ്പൊ നിങ്ങൾ നോക്കുക, ഇവിടെ ശ്രദ്ധിച്ചോ, അല്ലെ? ശ്രദ്ധിച്ചോ, നമുക്കിടെ
ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് വഴി കിട്ടിയ മെറ്റലിനെ എന്ത് മെറ്റൽ എന്നാണ് വിളിക്കുന്നത്? മെറ്റൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഉണ്ട് അല്ലെ? നമ്മുടെ കയ്യിൽ ഇപ്പൊ മെറ്റൽ ഉണ്ട്, നമ്മുടെ ഉദ്ദേശം മെറ്റൽ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് വഴി കിട്ടിയ മെറ്റലിനെ നമ്മൾ ക്രൂഡ് മെറ്റൽ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ക്രൂഡ് മെറ്റൽ? അസംസ്കൃത ലോഹം. അതിൻ്റെ അകത്ത് ഇനിയും കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ബാക്കി ഉണ്ടാവും. നമ്മൾ കാര്യം ആദ്യത്തെ സ്റ്റെപ്പിൽ കോൺസെൻട്രേഷൻ വഴി ഇമ്പ്യൂരിറ്റീസിനൊക്കെ കളഞ്ഞതാണ്. അത് പക്ഷെ എർത്തിലി ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇനി എർത്തിലി ഇമ്പ്യൂരിറ്റീസ് അല്ലാതെ മറ്റ് പല ഇമ്പ്യൂരിറ്റീസും ഏതുണ്ടാവും? ഈ പറയുന്ന മെറ്റലിൽ ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസിനെ കൂടെ കളഞ്ഞാലാണ് നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടുള്ളൂ. അങ്ങനെ ഇമ്പ്യൂരിറ്റീസിനെ കളയുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ റിഫൈനിങ് എന്ന് വിളിക്കുന്നത്. ശുദ്ധീകരണം മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ശുദ്ധമാക്കുകയാണ്. എന്താണ്? നമ്മൾ മെറ്റലിനെ കുറച്ചും കൂടെ ശുദ്ധമാക്കി എടുക്കുന്ന പ്രോസസ്സാണ് ശുദ്ധീകരണ പ്രക്രിയ എന്ന് പറയും. അപ്പൊ എന്താണ് ചെയ്യുന്നത്? മെറ്റലിനെ കുറച്ചും കൂടി ശുദ്ധീകരിക്കുകയാണ്. അത് മെറ്റലിനെ നമ്മൾ കുറച്ചും കൂടി റിഫൈൻ ചെയ്യുന്ന പ്രോസസ്സാണ് ഇനി മൂന്നാമത്തെ. എന്തുകൊണ്ടാണ് റിഫൈൻ ചെയ്യുന്നത്? കാരണം രണ്ടാമത്തെ സ്റ്റെപ്പ് വഴി കിട്ടിയ മെറ്റലിലും അതിനെ ക്രൂഡ് മെറ്റലിനെ വിളിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ അകത്തും ഇനി കുറച്ചൊക്കെ ഇമ്പ്യൂരിറ്റീസ് ബാക്കി ഉണ്ടാവും. ആ ഇമ്പ്യൂരിറ്റീസിനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് പ്യുവർ ആയിട്ടുള്ള മെറ്റൽ കിട്ടുള്ളൂ. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റിഫൈനിങ് എന്ന് വിളിക്കുന്നത്. ജെസ്സി, ആ റിഫൈനിങ്ങിന്റെ ആദ്യത്തെ പാരഗ്രാഫ് ഒന്ന് വായിക്കൂ. റിഫൈനിങ് എന്നുള്ളതിന്റെ എല്ലാവരും അത് എടുത്തു വെക്കുക കേട്ടോ. ഞാൻ പറയുന്നത് അടയാളപ്പെടുത്തണം. പറയണത് മാത്രം അടയാളപ്പെടുത്തിയാൽ മതി കേട്ടോ, അല്ലാത്ത ഒന്നും ഇനി പഠിക്കാൻ നിൽക്കണ്ട. A metal extracted by any method is usually contaminated with some impurity. For obtaining metals of high purity, several techniques are used depending upon the differences in properties of the metal and the impurity. Some of them are listed below. A. Distillation. B. Liquefaction. C. Electrolysis. D. Zone refining. E. Vapor phase refining. F. Chromatographic methods. അത് മൊത്തം പഠിക്കണം. അത്ര ആ പാരഗ്രാഫ് മൊത്തം നിങ്ങൾ പഠിക്കണം. എന്താണ് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം? എ മെറ്റൽ എക്സ്ട്രാക്റ്റഡ് ബൈ എനി മെത്തേഡ് ഈസ് യൂഷ്വലി കണ്ടാമിനേറ്റഡ് വിത്ത് സർട്ടൺ ഇമ്പ്യൂരിറ്റി. അതായത് എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പാണല്ലോ. ഏത് മെറ്റൽ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്താലും അതിൻ്റെ അകത്ത് കുറച്ച് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരിക്കും. അതാണ് പറഞ്ഞത്. എന്താ? ക്രൂഡ് മെറ്റൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫോർ ഒബ്റ്റെയിനിങ് മെറ്റൽസ് ഓഫ് ഹൈ പ്യൂരിറ്റി, അതുകൊണ്ട് തന്നെ ഹൈ പ്യൂരിറ്റി ഉള്ള മെറ്റൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെവറൽ ടെക്നിക്സ് ആർ യൂസ്ഡ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ടെക്നിക്കുകൾ ഉപയോഗിക്കണം. ഏതൊക്കെ ടെക്നിക്ക്? ഡിസ്റ്റിലേഷൻ, ലിക്വേഷൻ, ഇലക്ട്രോളിസിസ്, സോൺ റിഫൈനിങ്, വേപ്പർ ഫേസ് റിഫൈനിങ്, ക്രോമാറ്റോഗ്രാഫി. ഈ എല്ലാ മെത്തേഡും ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏത് മെത്തേഡാണ് ഉപയോഗിക്കണമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കണോ? അതോ ലിക്വേഷൻ ഉപയോഗിക്കണോ? അതോ വേപ്പർ ഫേസ് റിഫൈനിങ് ഉപയോഗിക്കണോ? ഇതെങ്ങനെയാണ് നമ്മളൊന്ന് കണ്ടുപിടിക്കണം? യാസിന് പറയാമോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ മെത്തേഡിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? അതിന്റെ ഇമ്പ്യൂരിറ്റിയുടെ ചെയ്യേണ്ട കണ്ടാമിനേഷൻ ഹൈ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഏത് ഇമ്പ്യൂരിറ്റി ആണ്, ഏത് മെറ്റൽ ആണ്, ഇതനുസരിച്ച് നമുക്ക് ഈ മെത്തേഡും സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മെറ്റലിന്റെ സ്വഭാവം എന്താണ്? അതായത് നമുക്ക് റിഫൈൻ ചെയ്യേണ്ട മെറ്റലിന്റെ സ്വഭാവം എന്താണ്? നമ്മൾ മാറ്റിയെടുക്കേണ്ട ഇമ്പ്യൂരിറ്റിയുടെ സ്വഭാവം എന്താണ്? ഇതനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡിൽ ഏത് മെത്തേഡ് ഉപയോഗിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കിപ്പോ നിക്കലാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കോപ്പർ ആണ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത്, അല്ല എക്സ്ട്രാക്ട് ചെയ്യില്ല റിഫൈൻ ചെയ്യേണ്ടത്. കോപ്പറിനെയാണ് റിഫൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിക്കലിനെയാണ് റിഫൈൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അയണിനെയാണ് റിഫൈൻ ചെയ്യേണ്ടത്. എല്ലാത്തിനും കൂടെ ഒരു മെത്തേഡ് അല്ല. ഓരോ മെറ്റലിനും ഓരോരോ മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ആ മെറ്റൽ ഏതാണെന്ന് അനുസരിച്ചാണ്, ഏത് മെറ്റലാണ്, ഏത് ഇമ്പ്യൂരിറ്റി ആണ്, അതിൻ്റെ അകത്തുള്ള ഇമ്പ്യൂരിറ്റിയുടെ നേച്ചറിന്റെ അനുസരിച്ചാണ് നമ്മൾ ഈ പറയുന്ന മെത്തേഡുകൾ സെലക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അതാണ് അവർ ആ പറഞ്ഞിരിക്കുന്നത്. Several techniques are used depending upon the differences in properties of metal and impurity. കണ്ടോ? മെറ്റലിന്റെയും ഇമ്പ്യൂരിറ്റിയുടെയും പ്രോപ്പർട്ടിയിൽ വരുന്ന ഡിഫറൻസിനനുസരിച്ചാണ് നമ്മൾ ഈ മെത്തേഡുകൾ സെലക്ട് ചെയ്യുന്നത്. സംശയം ഉണ്ടായിരുന്നെങ്കിലും പറഞ്ഞതിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരോ മെത്തേഡായിട്ട് പറയാൻ പോവാണ്. ആദ്യത്തെ മെത്തേഡാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോളുക. അപ്പൊ അതിൻ്റെ അകത്ത് അവരെങ്ങനെയാ ചെയ്യണേന്നൊന്നും അവർ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അവരൊരു 2 സെന്റൻസ് നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. പക്ഷെ ഇതെങ്ങനെയാ ചെയ്യണേന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നോക്കുക, എന്താണ് ഡിസ്റ്റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. ഡിസ്റ്റിലേഷനിൽ
ഡിസ്റ്റിലേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റല്, നമ്മൾ എടുക്കുന്ന മെറ്റലിന് ലോ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കണം. എന്താണ് ലോ ബോയിലിംഗ് പോയിന്റ് ദാൻ ദ ഇംപ്യൂരിറ്റി. ഇംപ്യൂരിറ്റിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കണം ആർക്ക്? നമ്മുടെ മെറ്റലിന്. ഇതാണ് എസെൻഷ്യൽ കണ്ടീഷൻ. ഇത് നിങ്ങൾ ബുക്കിൽ എവിടെയെങ്കിലും എഴുതി വെച്ചോളുക. ഡിസ്റ്റിലേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇംപ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റിനേക്കാളും കുറവായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് മെറ്റൽ എങ്ങനത്തെയാണെന്ന് നോക്കിയിട്ടേ നമ്മൾ മെത്തേഡ് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. അപ്പൊ ഇവിടുത്തെ മെറ്റൽ എങ്ങനെയായിരിക്കണം? മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കണം. ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ള മെറ്റലിനെ നമുക്ക് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്. ബോയിലിംഗ് പോയിന്റ് കൂടുതലാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിക്കാൻ പറ്റില്ല. മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കണം. ഇനി ഇത് എങ്ങനെയായിരിക്കും ചെയ്യണമെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? അപ്പൊ നിങ്ങൾ ആലോചിക്കായിരിക്കും ഇതെന്താ ഞങ്ങൾ കേൾക്കാത്ത മെത്തേഡ് ഞങ്ങളോട് ചോദിക്കണമെന്നത്. നിങ്ങൾ കേൾക്കാത്ത മെത്തേഡ് ഒന്നും അല്ല. +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഈ മെത്തേഡ്. ഡിസ്റ്റിലേഷൻ മെത്തേഡ്സ് എങ്ങനെയാ ചെയ്യണമെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഡിസ്റ്റിലേഷൻ +1 കഴിഞ്ഞ പ്രാവശ്യം അത് ഒഴിവാക്കിയായിരുന്നോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് പഠിച്ചോന്ന്. എന്തായാലും ഞാൻ തന്നെ പറയാം ഡിസ്റ്റിലേഷൻ എന്താണെന്ന്. ഡിസ്റ്റിലേഷൻ എങ്ങനെയാണ് ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കോ. നമ്മളിതേ ഇതുപോലെ ഒരു ഫ്ലാസ്ക് എടുക്കുക. ഇതുപോലെ ഒരു ഫ്ലാസ്ക് എടുക്കുക. ഈ ഫ്ലാസ്കില് നമ്മളുടെ ഈ മെറ്റൽ ഉണ്ട്. മെറ്റലും ഉണ്ട്, മെറ്റലിന്റെ കൂടെ ആരും ഉണ്ട്, പ്ലസ് ഇമ്പ്യൂരിറ്റി ഉണ്ട്. മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇവിടെ എന്താ പ്രത്യേകത? മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവാണ്, ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലാണ്. ഇതാണ് ഇനി നമ്മൾ ചെയ്യണതെന്ന് വെച്ചാൽ ഈ ഫ്ലാസ്ക് നമ്മൾ ഇങ്ങനെ ഒരു ട്യൂബിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. ഇങ്ങനെ ഒരു ട്യൂബിലേക്ക് കണക്ട് ചെയ്തേക്കുവാണ്. എന്നിട്ട് അത് വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ആ ട്യൂബും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് ആ ട്യൂബ് കണക്ട് ചെയ്തേക്കുവാണ്. ഇതാണ് ഡിസ്റ്റിലേഷൻ യൂണിറ്റ്. എന്നിട്ട് ഈ കുഴലിന്റെ ഈ ഭാഗത്തായിട്ട് നമ്മളൊരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്. എന്താണ്? ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കണ്ടൻസർ വെച്ചിട്ടുണ്ട്. ഇങ്ങനൊരു കണ്ടൻസർ വെച്ചിട്ടുണ്ട്. കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സുഹൈലെ? കണ്ടൻസർ എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനു വേണ്ടിയാ കണ്ടൻസർ ഉപയോഗിക്കുന്നത്? വേപ്പറിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട്. എന്താണ്? നീരാവിയായിട്ട് വരുന്ന സാധനത്തിനെ ലിക്വിഡ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് കണ്ടൻസർ. തണുപ്പിക്കാൻ, നീരാവിനെ തണുപ്പിച്ച് ലിക്വിഡ് ആക്കാനായിട്ടാണ് നമ്മൾ കണ്ടൻസർ ഉപയോഗിക്കുന്നത്. അപ്പൊ നോക്കുക, ഇനി ഞാൻ എന്ത് ചെയ്തു? ഇപ്പൊ ഈ ഫ്ലാസ്കിൽ നമ്മുടെ മെറ്റലുണ്ട്, മെറ്റലിന്റെ കൂടെ മെറ്റലിൽ ഉള്ള ഇമ്പ്യൂരിറ്റീസും ഉണ്ട്. ഇതിന്റെ ചോട്ടിൽ ഞാൻ കൊണ്ടുവന്ന് എന്ത് ചെയ്യും? ബർണർ വെച്ചിട്ട് തീ കൊളുത്തും. ഇതുപോലെ ഇങ്ങനെ തീ കത്തിക്കും. അതായത് ചൂടാക്കും. ഈ സാധനത്തിന് ചൂടാക്കും. ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കാനാണ് സാധ്യത? മെറ്റലും ഉണ്ട്, ഇമ്പ്യൂരിറ്റി ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ അകത്ത് ചൂടാക്കുമ്പോ എന്ത് സംഭവിക്കും? ആലോചിച്ച് നോക്കിക്കേ, എന്തായിരിക്കും ചൂടാക്കുമ്പോ സംഭവിക്കുന്നത്? അസ്ലം പറഞ്ഞ, അസ്ലം കൈവക്കിയില്ലോ. അത് ചൂടാക്കുമ്പോ മെറ്റല് ബോയിലാവും. മെറ്റല് പെട്ടെന്ന് തിളയ്ക്കും. കാരണം എന്താ? മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവല്ലേ? വളരെ കുറഞ്ഞ ബോയിലിംഗ് പോയിന്റ് അല്ലേ ഉള്ളൂ മെറ്റലിന്. അപ്പൊ ഇപ്പൊ ഫോർ എക്സാമ്പിൾ മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് 20 ഡിഗ്രി, ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റ് 100 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്നാ? നിങ്ങൾ 20 ഡിഗ്രി ചൂടാക്കുമ്പോ തന്നെ മെറ്റൽ തിളയ്ക്കും. പക്ഷെ ഇമ്പ്യൂരിറ്റി തിളക്കണം എന്നുണ്ടെങ്കിൽ 100 ഡിഗ്രി വരെ ചൂടാക്കണം. അപ്പൊ ആദ്യം മെറ്റല് എന്തായിട്ട് മാറും? വേപ്പർ ആയിട്ട് മാറും. അങ്ങനെ ആ മെറ്റൽ എന്ത് ചെയ്യും? പതുക്കെ ഇവിടുന്ന് വേപ്പർ ആയിട്ട് മാറും. ആ വേപ്പർ ഇവിടെ ഈ ട്യൂബിൽ പോയി ഈ കണ്ടൻസറിന്റെ ഇവിടെ ചെല്ലുമ്പോ ആ വേപ്പർ എന്താവും? വീണ്ടും ലിക്വിഡ് ആവും. ആ ലിക്വിഡ് ഇങ്ങനെ ഒഴുകി വന്ന് ഈ പാത്രത്തിലോട്ട് ചാടും. അങ്ങനെ ഫുൾ മെറ്റലും ഒഴുകി വന്ന് ഈ പാത്രത്തിലേക്ക് ചാടി കഴിയുമ്പോൾ നമ്മൾ ആ പാത്രം എടുത്ത് മാറ്റും. അപ്പൊ നമുക്ക് ഒരു ഫ്ലാസ്കിൽ ഇപ്പൊ ഇമ്പ്യൂരിറ്റി മാത്രമേ ഉള്ളൂ, മറ്റേ ഫ്ലാസ്കിൽ മെറ്റൽ മാത്രമായിട്ട്. ഇതിനെയാണ് ഡിസ്റ്റിലേഷൻ. സെപ്പറേറ്റ് ചെയ്തില്ലേ? ഇമ്പ്യൂരിറ്റിനെയും മെറ്റലിനെയും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്.
അപ്പൊ മെറ്റലിന്റെ ബോയിലിംഗ് പോയിന്റ് കുറവും ഇമ്പ്യൂരിറ്റിയുടെ ബോയിലിംഗ് പോയിന്റ് കൂടുതലുമാണെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കും. എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഫ്ലാസ്ക് എടുക്കുക, ആ ഫ്ലാസ്കിൽ മെറ്റലും ഇമ്പ്യൂരിറ്റിയും കൂടെ ചേർത്ത്, അതായത് മെറ്റൽ ഇമ്പ്യൂരിറ്റി അടങ്ങുന്ന മെറ്റൽ എടുക്കുക, എന്നിട്ട് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റൽ ആദ്യം തന്നെ വേപ്പറായിട്ട് മാറും. ആ മെറ്റൽ വേപ്പറായിട്ട് മാറിക്കഴിഞ്ഞിട്ട് അത് കണ്ടൻസ് ചെയ്ത് മറ്റേ പാത്രത്തിലേക്ക് വന്ന് വീഴും. ഇമ്പ്യൂരിറ്റി ഈ പാത്രത്തിൽ തന്നെ, ഇപ്പുറത്തെ പാത്രത്തിൽ തന്നെ, റൗണ്ട് ബോട്ടമിന്റെ ഫ്ലാസ്കിൽ തന്നെ ഇമ്പ്യൂരിറ്റി കിടന്നോളും. കാരണം ഇമ്പ്യൂരിറ്റി അത്രയും ചെറിയ ചൂടിലൊന്നും അത് ബോയിൽ ചെയ്യില്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും? എനി ഡൗട്ട്? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റിലേഷൻ ഒന്ന് വായിക്കണമല്ലോ. ജെസിയെ വായിച്ച് ഡിസ്റ്റിലേഷൻ വായിച്ച്. പുസ്തകത്തിൽ ഇത്രയൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ. Distillation. This is very useful for low boiling metals like zinc and mercury. ആ മെറ്റൽസിന്റെ പേര് പഠിച്ചു വെച്ചോ. ഏതൊക്കെ മെറ്റലാണ് ഡിസ്റ്റിലേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുന്നത്? സിങ്ക്, മെർക്കുറി. ഈ രണ്ട് മെറ്റലിനെയാണ് നമ്മൾ ഡിസ്റ്റിലേഷൻ വഴി റിഫൈൻ ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ വഴി റിഫൈൻ ചെയ്യുന്ന മെറ്റൽസ് ആണ് സിങ്കും മെർക്കുറി. ബാക്കി The impure metal is evaporated to obtain the pure metal as distillate. അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. അതായത് ഇമ്പ്യൂർ മെറ്റലിനെ ഇവാപ്പറേറ്റ് ചെയ്ത്, അതായത് ഡിസ്റ്റിലേറ്റ് ചെയ്തിട്ട് പ്യൂർ മെറ്റൽ ആക്കി മാറ്റും. അത്രേ അവർ പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞു തന്നത്. ഇമ്പ്യൂർ മെറ്റലിനെ എങ്ങനെയാണ് പ്യൂർ മെറ്റൽ ആക്കി മാറ്റുന്നത്, അത്രേ ഉള്ളൂ. അടുത്ത മെത്തേഡിലേക്ക് പോട്ടെ. ഈ മെത്തേഡിന് സംശയമൊന്നുമില്ല എല്ലാവർക്കും? അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ മെത്തേഡ് ലിക്വേഷൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്ന പേരാണ് ലിക്വേഷൻ. ലിക്വേഷൻ ലിക്വേഷന്റെ കണ്ടീഷൻ എന്താന്ന് പറയാം. ലിക്വേഷന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെറ്റലിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ദാൻ ഇമ്പ്യൂരിറ്റി. ഇതാണ് കണ്ടീഷൻ. മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇമ്പ്യൂരിറ്റിയുടെ മെൽറ്റിംഗ് പോയിന്റിനേക്കാളും കുറവായിരിക്കണം. ഇതാണ് കണ്ടീഷൻ. അതായത് മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽ ആയിരിക്കണം. മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു പ്രതലം എടുക്കുക. ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫസിൽ നിന്ന് ഇങ്ങനെ ചരിഞ്ഞ് ഉള്ള ഒരു പ്രതലം എടുക്കുക. ഇങ്ങനെ ഒരു പ്രതലം, ആദ്യം ഒരു ഫ്ലാറ്റ് സർഫസ്, പിന്നെ അവിടെ നിന്ന് ഒരു ഇറക്കം പോലത്തെ ഒരു ചരിഞ്ഞ സർഫസ്, ഇങ്ങനെ ഒരു പ്രതലം ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രതലത്തിന്റെ താഴെ നമ്മളൊരു ബീക്കർ കൊണ്ടുവന്ന് വയ്ക്കുക. ഇതുപോലെ ഒരു ബീക്കർ കൊണ്ടുവന്ന് വയ്ക്കുക, ഒരു പാത്രം കൊണ്ടുവന്ന് വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിൽ, ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള പ്ലെയിൻ സർഫസിലുണ്ടല്ലോ, അവിടെ നമ്മൾ മെറ്റലും ഇമ്പ്യൂരിറ്റിയും കൂടെ വയ്ക്കുക. മെറ്റൽ പ്ലസ് ഇമ്പ്യൂരിറ്റി, അത് ഇമ്പ്യൂരിറ്റി അടങ്ങുന്ന മെറ്റൽ, ഇമ്പ്യൂർ മെറ്റൽ എന്ന് എഴുതിയാലും മതി. മെറ്റൽ പ്ലസ് ഇമ്പ്യൂരിറ്റി എന്ന് എഴുതണമെന്നില്ല, ഇമ്പ്യൂർ മെറ്റൽ എന്ന് എഴുതിയാലും മതി. ഇമ്പ്യൂർ മെറ്റൽ അവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നമ്മൾ ആദ്യത്തെ പോലെ തന്നെ ബർണർ വെച്ചിട്ട് ചൂടാക്കണം. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? ബർണർ വെച്ചിട്ട് ചൂടാക്കണം. അപ്പൊ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്കൊന്ന് പറയാമോ? ബർണർ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇമ്പ്യൂർ മെറ്റൽ ഞാൻ ആ പരന്ന പ്രതലത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ താഴത്തോട്ട് ഒരു പ്രതലമുണ്ട്, താഴെ ഒരു ബീക്കർ വെച്ചിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? പുസ്തകം ആരും വായിച്ചു നോക്കണ്ട കേട്ടോ, എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. അസ്ലം കൈ നോക്കിയിട്ടുണ്ട്. പക്ഷെ അസ്ലം ആദ്യത്തെ ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അസ്ലം തരുന്നില്ല. വേറെ ഉള്ളവർ മടിയന്മാരാവും. അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർ ബാക്കി ആരെങ്കിലും പറയണമല്ലോ. അൽഫത്ത് കൈ നോക്കിയല്ലോ, എന്താ സംഭവിക്കുന്നത്? പറഞ്ഞോളൂ. ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽ ഒഴുകും. മെൽറ്റിംഗ് പോയിന്റ് കുറവല്ലേ മെറ്റലിന്റെ? മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ട്, മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെൽറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ, അതിനെയല്ലേ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കുറവാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മെൽറ്റ് ചെയ്യും എന്നാണ് അതിന്റെ അർത്ഥം. കുറച്ച് ചൂട് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ മെൽറ്റ് ചെയ്യും. പക്ഷെ ഇമ്പ്യൂരിറ്റി പെട്ടെന്ന് മെൽറ്റ് ചെയ്യില്ല. ഇമ്പ്യൂരിറ്റി അവിടെ തന്നെ കിടന്നോളും. മെറ്റൽ പെട്ടെന്ന് ഉരുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങൾക്കറിയാലോ, ഉരുകണ സാധനമൊക്കെ വെള്ളം പോലെയാവും.
അത് ഒഴുകി ഒഴുകി വന്ന് ഈ പാത്രത്തിലോട്ട് ചാടും. ഇത്രേ ഉള്ളൂ. അതായത് ഉരുകിയ മെറ്റല്, ഈ മെറ്റൽ ഉരുകി ഈ പ്രതലത്തിൽ നിന്ന് താഴത്തോട്ട് ഒഴുകി ഈ പറയുന്ന ഇവിടെ വന്ന് വീഴും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് കിട്ടും? മെറ്റലിനെ നിങ്ങൾക്ക് ഇവിടെ ഈ പാത്രത്തിൽ കിട്ടും. ഇത്രേ ഉള്ളൂ. ഇതിനെയാണ് നമ്മള് ലിക്വേഷൻ എന്ന് പറയുന്നത്. സ്ലോപ്പിംഗ് ഹെർത്ത് എന്നാണ് അതിന് പറയുന്നത്. എന്താണ് സ്ലോപ്പിംഗ് ഹെർത്ത്? സ്ലോപ്പിംഗ് ഹെർത്ത് അതായത് ചരിഞ്ഞ പ്രതലം എന്നാണ് മലയാളത്തിൽ പറയുക. സ്ലോപ്പിംഗ് ഹെർത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ചുമ്മാ ചൂടാക്കിയാൽ മതി. ചൂടാക്കുമ്പോൾ മെറ്റൽ ആദ്യം തന്നെ ഉരുകിക്കോളും. കാരണം മെറ്റലിന്റെ മെൽറ്റിംഗ് പോയിന്റ് കുറവായത് പെട്ടെന്ന് ഉരുകും. പെട്ടെന്ന് ഉരുകിയിട്ട് അത് എന്ത് ചെയ്യും? ആ പാത്രത്തിലേക്ക് വന്ന് വീണു. വായിച്ച് ജസിയാം ലിക്വേഷൻ വായിച്ച്. Liquefaction. In this method, a low melting metal like tin can be made to flow. മെറ്റലിന്റെ പേര് പഠിച്ചു വെച്ചോ. ടിൻ പോലത്തെ മെറ്റലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ടിൻ മാത്രമൊന്നുമല്ല, ലെഡും ഉണ്ട്. ടിൻ ആൻഡ് ലെഡ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. ടിൻ ആൻഡ് ലെഡ് എന്ന് വേണമെങ്കിൽ എഴുതിക്കോ. Tin can be made to flow on a sloping surface. In this way, it is separated from higher melting impurities. അതായത് ഒരു സ്ലോപ്പിംഗ് സർഫസിൽ വെച്ച് നമ്മൾ ഹയർ മെൽറ്റിംഗ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിൽ നിന്ന്, ഹയർ മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടിയ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. അത്രേ ഉള്ളൂ. അടുത്തത് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്. എങ്ങനെയാണ് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ്? അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേപ്പർ ഫേസ് റിഫൈനിങ് പറയാം. എങ്ങനെയാണ് വേപ്പർ ഫേസ്? അതിന്റെ തൊട്ടപ്പുറത്തെ പേജില് E എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആദ്യം അത് പറയാം, അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് പറയാം സമയം ഉണ്ടെങ്കിൽ. ആദ്യം വേപ്പർ ഫേസ് റിഫൈനിങ് പറയാം. നോക്കിക്കോളൂ. വേപ്പർ ഫേസ് റിഫൈനിങ്. ഇവിടെ എന്താ ചെയ്യണേന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു മെറ്റൽ ഉണ്ട്. ഈ മെറ്റലിന്റെ പ്രത്യേകത എന്താണ്? ഈ മെറ്റൽ ഇംപ്യൂർ ആണ്. എന്താണ്? ഇംപ്യൂർ മെറ്റലാണ്. പ്യൂരിറ്റി ഇല്ലാത്ത, ഇംപ്യൂരിറ്റി ഉള്ള ഒരു മെറ്റലാണ്. പക്ഷെ ഈ മെറ്റലിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ മെറ്റലിനെ നമുക്ക് പെട്ടെന്ന് തന്നെ വോളറ്റൈൽ ആയിട്ട്, അതായത് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലോട്ട് മാറ്റാവുന്ന മെറ്റലാണെന്ന് വിചാരിക്കുക. ഇങ്ങനെയാണ് ഈ പറയുന്ന മെറ്റലിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാക്കി അതിന്റെ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. അങ്ങനത്തെ മെറ്റൽ ഉണ്ട്. ബോയിലിംഗ് പോയിന്റ് കുറവാണ്, പെട്ടെന്ന് തന്നെ അത് എന്തായിട്ട് മാറും? ഗ്യാസ് ആയിട്ട് മാറിക്കോളും. അങ്ങനത്തെ ഒരു മെറ്റലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റലിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ഒരു റിയേജന്റ് ആഡ് ചെയ്യും. ഈ റിയേജന്റ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസിന്റെ കൂടെ റിയാക്ട് ചെയ്യില്ല. ഈ മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടല്ലോ, ആ ഇമ്പ്യൂരിറ്റീസിന്റെ കൂടെ ഈ റിയേജന്റ് റിയാക്ട് ചെയ്യില്ല. പകരം എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്തുള്ള ഈ മെറ്റലുമായിട്ട് മാത്രം റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? അത് MX എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും. ഈ എമ്മും എക്സും കൂടെ റിയാക്ട് ചെയ്ത് MX എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും. ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചു കേട്ടോളുക. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മെറ്റല് എങ്ങനത്തെ മെറ്റലാണ്? ഇമ്പ്യൂർ മെറ്റലാണ്. അത് ഇമ്പ്യൂരിറ്റിയും കൂടെ ഉള്ള ഒരു മെറ്റലാണ്. ഈ മെറ്റലിന്റെ പ്രത്യേകത എന്താണ്? ഈ മെറ്റലിനെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താക്കി മാറ്റാൻ പറ്റും? ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക്, അതായത് വേപ്പർ ഫേസിലേക്ക് ആക്കി മാറ്റാൻ പറ്റുന്ന മെറ്റലാണ്. ആ മെറ്റലിലേക്ക് ഞാനൊരു റിയേജന്റ് X എന്ന് പറഞ്ഞൊരു റിയേജന്റ് ആഡ് ചെയ്തു. ഇത് നിങ്ങൾ ആരും എഴുതിയെടുക്കണ്ട കേട്ടോ. ഇങ്ങനെ ഈ ഇക്വേഷനുകൾ എഴുതി, എക്സാമ്പിൾ ഉണ്ട് പുസ്തകത്തിൽ, അത് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുന്നതാണ്. അപ്പൊ ഈ X എന്ന് പറയുന്ന റിയേജന്റിന്റെ പ്രത്യേകത എന്താ? X എന്ന് പറയുന്ന റിയേജന്റ് ഈ മെറ്റലുമായിട്ട് മാത്രമേ റിയാക്ട് ചെയ്യുള്ളൂ, മെറ്റലിലുള്ള ഇമ്പ്യൂരിറ്റി ആയിട്ട് റിയാക്ട് ചെയ്യില്ല. അപ്പൊ എന്ത് സംഭവിക്കും? മെറ്റലുമായിട്ട് X അങ്ങ് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് MX എന്ന് പറയുന്ന സാധനം കിട്ടും. ഈ MXന്റെ പ്രത്യേകത എന്താണ്? അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. കാരണം മെറ്റലിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഹീറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മെറ്റലും എക്സും കൂടെ റിയാക്ട് ചെയ്ത് MX എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആയിട്ട് മാറും. ഈ MX എന്ന് പറയുന്ന ഗ്യാസിനെ ഞാൻ വീണ്ടും ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. എന്താണ്? ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യും. അപ്പൊ ഈ MX എന്ന് പറയുന്ന സാധനം വിഘടിച്ച് വീണ്ടും എമ്മും എക്സും ആയിട്ട് മാറും. ഇപ്പൊ കിട്ടുന്ന ഈ മെറ്റൽ എങ്ങനത്തെ മെറ്റലായിരിക്കും നിങ്ങൾക്ക് പറയാമോ? ഇപ്പൊ കിട്ടുന്ന മെറ്റൽ എങ്ങനത്തെ മെറ്റലായിരിക്കും? എന്ത് മെറ്റലായിരിക്കും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത്? ആദിൽ നസീഹിന് പറയാമോ എന്ത് മെറ്റലായിരിക്കും അവിടെ കിട്ടുന്നതെന്ന്? സർ, ഇത് കാണാൻ പറ്റുന്ന റെപ്രസെന്റേഷൻ കാണാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങൾ മിണ്ടാത്ത? അല്ല, ഇപ്പഴാ പോയത്. ആണോ?
ഇപ്പൊ കാണാലോ അല്ലെ? ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളുക. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഇംപ്യൂർ മെറ്റൽ. ഇതാണ് ഇംപ്യൂർ മെറ്റൽ. ഇംപ്യൂർ മെറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മെറ്റലും ഉണ്ട്, ഇംപ്യൂരിറ്റി ഉണ്ട്. അതിന്റെ അകത്തേക്ക് ഞാൻ എക്സ് എന്ന് പറഞ്ഞൊരു റിയേജന്റ് ആഡ് ചെയ്തു. അപ്പൊ എക്സ് എന്ത് ചെയ്തു? എക്സ് ഇതിന്റെ അകത്തുള്ള മെറ്റലുമായിട്ട് മാത്രം റിയാക്ട് ചെയ്തു, ഇംപ്യൂരിറ്റി ആയിട്ട് റിയാക്ട് ചെയ്തില്ല. അപ്പൊ ഈ മെറ്റലും എക്സും കൂടെ ചേർന്ന് MX എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായി. അത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്, ഗ്യാസ് ആണ്. ആ ഗ്യാസിനെ ഞാൻ ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കി കഴിഞ്ഞപ്പോൾ ഈ എമ്മും എക്സും വിഘടിച്ച് മെറ്റലും എക്സും ആയിട്ട് മാറി. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന മെറ്റലിന്റെ അവസ്ഥ എന്താണെന്നാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. എന്ത് അവസ്ഥയിലാണ് മെറ്റൽ കിട്ടുന്നത്? അതിൽ പ്യുവർ മെറ്റൽ. പ്യുവർ മെറ്റൽ ആയിരിക്കും. അതിന്റെ കാരണം എന്താ? അതിന്റെ കാരണം ഈ ഇംപ്യൂർ മെറ്റലിൽ നിന്ന് ഈ മെറ്റലുമായിട്ട് മാത്രമല്ലേ ഈ എക്സ് റിയാക്ട് ചെയ്തുള്ളൂ. ഇംപ്യൂരിറ്റി ഒക്കെ ഇപ്പൊ ഇവിടെ തന്നെ കിടക്കുവാണ്. ഇംപ്യൂരിറ്റി ആയിട്ട് റിയാക്ട് ചെയ്തിട്ടില്ല എക്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെറ്റലും എക്സും കൂടെ റിയാക്ട് ചെയ്ത് MX ആയി മാറി കഴിഞ്ഞപ്പോ തന്നെ ഇപ്പൊ ഇതിന്റെ അകത്തുള്ള മെറ്റൽ പ്യുവർ മെറ്റലാണിത്. ആ മെറ്റലിനെയാണ് നമ്മൾ ഡീകമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റലാക്കി വീണ്ടും മാറ്റുന്നത്. ഇതിനെയാണ് നമ്മൾ വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഇതാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. എന്തെങ്കിലും സംശയം ഉണ്ടോ ആർക്കെങ്കിലും വേപ്പർ ഫേസ് റിഫൈനിങ്ങിന്? ജെസ്സി ഒന്ന് വായിച്ചേ. ജെസ്സിയ വേപ്പർ ഫേസ് റിഫൈനിങ് വായിച്ചേ. Vapor phase refining. In this method, the metal is converted into its volatile compound and collected elsewhere. It is then decomposed to give pure metal, so the two requirements are: first one, അത്രത്തിന്റെ അർത്ഥം ഒന്ന് പറയട്ടെ. എന്താണ്? മെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇറ്റ്സ് വോളറ്റൈൽ കോമ്പൗണ്ട് എന്നാണ് പറഞ്ഞേക്കണേ. അങ്ങനെ തന്നെ അല്ലെങ്കിൽ നോക്കിക്കേ, ഇവിടെ മെറ്റൽ ഉണ്ടായിരുന്നു, ഇംപ്യൂർ മെറ്റൽ. അതിനകത്തെ ഒരു കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കൂടല്ലേ MX എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്. ആ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താണ്? വോളറ്റൈൽ കോമ്പൗണ്ട് ആണ്, അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള കോമ്പൗണ്ട് ആണ്. അപ്പൊ മെറ്റൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വോളറ്റൈൽ കോമ്പൗണ്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. എന്നിട്ട് ഇറ്റ് ഈസ് ദെൻ ഡീകമ്പോസ്ഡ് ടു ഗീവ് ദ പ്യുവർ മെറ്റൽ അല്ലേ. എന്നിട്ട് ഈ വോളറ്റൈൽ കോമ്പൗണ്ടിനെ ഡീകമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റൽ ആക്കി മാറ്റി. ഡീകമ്പോസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മതി. ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ MX ഡീകമ്പോസ് ചെയ്ത് പ്യുവർ മെറ്റൽ ആയിട്ട് മാറി. ഇതാണ് വേപ്പർ ഫേസ് റിഫൈനിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ രണ്ട് കണ്ടീഷനാണ് പറയുന്നത്. വേപ്പർ ഫേസ് റിഫൈനിങ് നടക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് രണ്ട് കണ്ടീഷൻസ്? വായിച്ചേ ജെസ്സിയ. first, the metal should form a volatile compound with an available reagent. അതായത് മെറ്റലിലേക്ക് നിങ്ങൾ റിയേജന്റ് ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ മെറ്റൽ എന്തായിട്ട് മാറണം? വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആയിട്ട് മാറണം. അങ്ങനെയുള്ള മെറ്റലിനെ മാത്രമേ നമുക്ക് ഇതുവഴി സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ. വോളറ്റൈൽ അല്ലാത്ത മെറ്റലിനൊന്നും നമുക്ക് ഈ മെത്തഡ് വഴി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ. Second, the volatile compound should be easily decomposable so that the recovery is easy. ഇനി ഈ വോളറ്റൈൽ കമ്പോണന്റ് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല. ആ വോളറ്റൈൽ കമ്പോണന്റ്, ആ MX എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനത്തിനെ നമുക്ക് ഡീകമ്പോസ് ചെയ്യാനും കൂടെ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് മെറ്റലിനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് രണ്ട് കണ്ടീഷൻ. ഏതൊക്കെയാണ് രണ്ട് കണ്ടീഷൻ? ഒന്നാമത്തെ കണ്ടീഷൻ, മെറ്റലിലേക്ക് ഞാൻ ഒരു റിയേജന്റിനെ ആഡ് ചെയ്യുമ്പോൾ, എക്സ് എന്ന് പറയുന്ന റിയേജന്റിനെ ആഡ് ചെയ്യുമ്പോൾ MX എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാവണം. അത് വോളറ്റൈലും ആയിരിക്കണം. അതായത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള MX എന്ന് പറയുന്ന സാധനം ഉണ്ടാവണം. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ, ഈ MX എന്ന് പറയുന്ന സാധനം ഉണ്ടായാൽ മാത്രം പോരാ, ആ MX-നെ വീണ്ടും ഹീറ്റ് ചെയ്യുമ്പോൾ അത് M-ഉം X-ഉം ആയിട്ട് ഡീകമ്പോസ് ചെയ്യുകയും കൂടെ വേണം. അങ്ങനെയാണ്. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന മെറ്റലിനെ മാത്രമേ നമുക്ക് വേപ്പർ ഫേസ് റിഫൈനിങ് വഴി പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന രണ്ട് മെറ്റലുകളാണ്, ഒന്ന് നിക്കലും രണ്ട് സിർക്കോണിയവും. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഈസ് നിക്കൽ, സെക്കൻഡ് വൺ ഈസ് സിർക്കോണിയം. അപ്പൊ അതിന്റെ പ്രോസസ്സിന്റെ പേരുകളാണ് ഇനി നിങ്ങൾ പഠിക്കേണ്ടത്. ആദ്യത്തെ പ്രോസസ് ആണ് മോൺസ് പ്രോസസ്. എന്താണ്? മോൺസ് പ്രോസസ് അല്ലെങ്കിൽ മോൺ പ്രോസസ് എന്ന് പറയും. മോൺ പ്രോസസ്. അത് ആരെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? നിക്കലിനെ റിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ മോൺസ് പ്രോസസ് ഉപയോഗിക്കുന്നത്. നിക്കലിനെ റിഫൈൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇനി ഒന്നും പറയാനില്ല, ഞാനിപ്പോ ഈ പറഞ്ഞ അതേ സ്റ്റെപ്പ് തന്നെയാണ്. ആദ്യം എന്ത് ചെയ്യുക? നമ്മള് നിക്കൽ എടുക്കുക. ഈ നിക്കലിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് ഇംപ്യൂർ. ഇംപ്യൂർ ആയിട്ടുള്ള നിക്കലാണ്. ഇംപ്യൂർ നിക്കൽ. അതിന്റെ അകത്തേക്ക് നമ്മളൊരു റിയേജന്റ് ആഡ് ചെയ്യാം. ഇവിടുത്തെ റിയേജന്റ് ആണ് കാർബൺ മോണോക്സൈഡ്. അതാണ് റിയേജന്റ്. കാർബൺ മോണോക്സൈഡ് റിയേജന്റ് ആഡ് ചെയ്യുക. എന്നിട്ട് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ 350 തൊട്ട് 330 തൊട്ട് 350 കെൽവിൻ വരെ ഹീറ്റ് ചെയ്യുക.
330 to 350 കെൽവിൻ. അന്നേരം എന്ത് സംഭവിക്കുന്ന പറഞ്ഞത്? എന്താണ് സംഭവിക്കുന്നത്? നിക്കലിനെയും കാർബൺ മോണോക്സൈഡിനെയും കൂടെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറണം? അത് ഒരു വോളറ്റൈൽ കമ്പോണന്റ് ആയിട്ട് മാറണം, അല്ലെ? വോളറ്റൈൽ കമ്പോണന്റ്. അപ്പൊ ഇവിടുത്തെ വോളറ്റൈൽ കമ്പോണന്റിന്റെ പേരാണ് നിക്കൽ ടെട്രാ കാർബോണിൽ, NiCO4. ഇതിന്റെ പേരാണ് നിക്കൽ ടെട്രാ കാർബോണിൽ. നിക്കൽ ടെട്രാ കാർബോണിൽ. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. കാർബോണിൽ എന്നുണ്ട് കേട്ടോ, എല്ലാം കൂടെ ഉണ്ട്. നിക്കൽ ടെട്രാ കാർബോണിൽ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു? നിക്കൽ ടെട്രാ കാർബോണിൽ ഉണ്ടായി, അത് വോളറ്റൈൽ കമ്പോണന്റ് ഉണ്ടായി. ഇനി എന്ത് ചെയ്യണം? ആഷിഖ് നാസർ പറഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്? ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. ഈ നിക്കൽ ടെട്രാ കാർബോണിലേക്ക് ഹൈ ടെമ്പറേച്ചർ കൊടുക്കണം. അപ്പൊ അടുത്ത സ്റ്റെപ്പാണ് നിക്കൽ ടെട്രാ കാർബോണിലിനെ ഹൈ ടെമ്പറേച്ചർ. ഹൈ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇതിനേക്കാളും ആദ്യത്തെ സ്റ്റെപ്പിനേക്കാളും കൂടിയ ടെമ്പറേച്ചർ 450 തൊട്ട് 470 കെൽവിൻ ടെമ്പറേച്ചർ കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് നിക്കലും കാർബൺ മോണോക്സൈഡുമായിട്ട് വിഘടിക്കും. ഈ കിട്ടുന്ന നിക്കലാണ് പ്യുവർ നിക്കൽ. ദിസ് ഈസ് പ്യുവർ നിക്കൽ. ഇതിനെയാണ് മോൺ പ്രോസസ് എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം എഴുതിയേക്കണ എമ്മിന്റെ എക്സിന്റെ സ്ഥാനത്ത് നിക്കലും കാർബൺ മോണോക്സൈഡും കൊടുക്കണം. വേറെ വ്യത്യാസമൊന്നുമില്ല. അത്രേ ഉള്ളൂ. അപ്പൊ നിക്കലിനെ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഒരു റിയേജന്റുമായിട്ട് ട്രീറ്റ് ചെയ്യണം. ഇംപ്യൂർ ആയിട്ടുള്ള നിക്കലിനെ കാർബൺ മോണോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ഇംപ്യൂരിറ്റി ആയിട്ട് കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്യില്ല, ആ നിക്കലായിട്ട് മാത്രം റിയാക്ട് ചെയ്യും. ആ ഇംപ്യൂർ നിക്കലിലുള്ള നിക്കലായിട്ട് മാത്രം കാർബൺ മോണോക്സൈഡ് റിയാക്ട് ചെയ്തിട്ട് NiCO4 ടൈംസ് ഉണ്ടാവും. അതിന് നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പ്യുവർ നിക്കൽ കിട്ടും. എന്തെങ്കിലും സംശയമുണ്ടോ? എങ്കിൽ ഒന്ന് വായിച്ചേ ജസിക. മോൺ പ്രോസസ് വായിച്ചേ. മോൺ പ്രോസസ്. Mon process for refining nickel. In this process, nickel is heated in a stream of carbon monoxide, forming a volatile complex, nickel tetracarbonyl. Ni plus 4CO gives 330 to 350 Kelvin NiCO4. The carbonyl is subjected to higher temperature so that it is decomposed, giving the pure metal. NiCO4 gives 450 to 470 Kelvin Na plus 4CO. അത്രയേ ഉള്ളൂ. ഇതാണ് മോൺ പ്രോസസ് എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെ ഒരു പ്രോസസ്സാണ് വാൻ ആർക്കൽ പ്രോസസ് ഫോർ സിർക്കോണിയം. സിർക്കോണിയത്തിന്റെ ഇതിനു വേണ്ടിയുള്ള വാൻ ആർക്കൽ പ്രോസസ് ആണ്. അതെല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരണം എന്താണെന്നുള്ളത്. വായിച്ചോ? അത് ഞാൻ പറഞ്ഞു തരില്ല, നിങ്ങൾ പറയണം. വാൻ ആർക്കൽ പ്രോസസ് വായിച്ച എല്ലാവരും എടുത്ത്. വായിച്ചോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം അങ്ങോട്ട് പറയണം. ആർക്ക് പറയാം? ആരെങ്കിലും കൈ പൊക്കെ അവരെ കൊണ്ട് പറയിപ്പിക്കാം. എന്നാ അന്ന് ട്യൂഷൻ കഴിയണവരെ സാർ അവിടെ ഇരിക്കുള്ളൂ, അല്ലേ? ആർക്കെങ്കിലും പറയണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ? അതിയായ ആഗ്രഹം. വാൻ ആർക്കൽ പ്രോസസ്. ആരാ പറയണേ? അൽഫഹദ് പറയല്ലേ? പറഞ്ഞോളൂ.
വാനാർക്കൽ മെത്തേഡ് സിർക്കോണിയത്തിനും ടൈറ്റാനിയത്തിനും റിഫൈൻ ചെയ്യാനായിട്ടാണ്. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. എല്ലാരും കേട്ടോളുക. സിർക്കോണിയത്തിനെയും ടൈറ്റാനിയത്തിനെയും റിഫൈൻ ചെയ്യാനായിട്ടാണ് നമ്മൾ വാൻ ആർക്കൽ പ്രോസസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ഈ മെത്തേഡ് ഇതിനകത്തുള്ള നൈട്രജനും ഓക്സിജനും ഇതിനകത്ത് ഇമ്പ്യൂരിറ്റി ആയിട്ട് പ്രസന്റ് ആണ്. അതായത് സിർക്കോണിയത്തിലും ടൈറ്റാനിയത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ് ആര്? ഓക്സിജനും നൈട്രജനും. അതാണ് ഇമ്പ്യൂരിറ്റി. അപ്പൊ ആ ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യണം. ഓക്സിജൻ, നൈട്രജൻ പോലെയുള്ള ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാൻ ആർക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇമ്പ്യൂരിറ്റിയുടെ പേരടക്കം തന്നിട്ടുണ്ട് ഈ കേസിൽ. അപ്പൊ നിക്കലിന്റെ കേസിൽ ഇമ്പ്യൂരിറ്റി ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ സിർക്കോണിയത്തിന്റെ കേസിൽ അവർ ഏതാണ് ഇമ്പ്യൂരിറ്റി എന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ഇമ്പ്യൂരിറ്റി? ഓക്സിജനും നൈട്രജനും ആണ് ഇമ്പ്യൂരിറ്റി. അപ്പൊ അതിനെ കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി ഈ ക്രൂഡ് മെറ്റല് ഒരു ഇവാക്യുവേറ്റഡ് വെസലില് അയഡിനും കൂടെ ചേർത്ത് ഹീറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ ഏത് റിയേജന്റ് വെച്ചാൽ ട്രീറ്റ് ചെയ്യുന്ന സിർക്കോണിയത്തിനെ? ആദ്യത്തെ പോലെ തന്നെ ഇമ്പ്യൂർ സിർക്കോണിയം എടുക്കുക. ഇനി അത് ഞാൻ പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമുണ്ടോ? അത് ഇങ്ങനെ നോക്കുക. അതായത് നമ്മൾ ആദ്യം സിർക്കോണിയം എടുക്കുക. ഈ സിർക്കോണിയത്തിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഈസ് ഇമ്പ്യൂർ ആയിട്ടുള്ള സിർക്കോണിയമാണ്. അതിനെ നമ്മൾ ഒരു വെസൽ, ഇവാക്യുവേറ്റഡ് വെസൽ, അതൊന്നും പഠിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾ ഒരു റിയേജന്റ് വെച്ച് ട്രീറ്റ് ചെയ്തു എന്ന് പഠിച്ചാൽ ഏത് റിയേജന്റ് ആണ്? അയഡിൻ ആണ് ഇവിടുത്തെ റിയേജന്റ്. അപ്പൊ എന്ത് സംഭവിക്കും അൽഫഹദെ? അപ്പൊ മെറ്റൽ അയഡൈഡ് കൂടുതൽ വോളറ്റൈസും കോവാലന്റും ആവും. അങ്ങനെയൊന്നും പറയണമെന്നില്ല. അതായത് അതൊരു വോളറ്റൈൽ കോംപ്ലക്സ് ആയിട്ട് മാറി. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്? ഒരു വോളറ്റൈൽ ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ട് മാറി. അപ്പൊ ഇവിടെ ഏതാണ് ആ വോളറ്റൈൽ കോമ്പോണന്റ്? സിർക്കോണിയം അയഡൈഡ്. ZrI 2 × 2 4 അല്ലേ? അപ്പൊ ZrI4 കേട്ടോ. ZrI4 സിർക്കോണിയം അയഡൈഡ്. ഇത് ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. നമ്മൾ ആദ്യം പഠിച്ച മാതിരി തന്നെ മെറ്റലിലേക്ക് നമ്മൾ റിയേജന്റ് ആഡ് ചെയ്തു. അപ്പൊ എന്തായിട്ട് മാറി? അതൊരു വോളറ്റൈൽ കമ്പോണന്റ് ആയിട്ട് മാറി. ഇനി എന്തായിട്ട് സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ഈ വോളറ്റൈൽ കമ്പോണന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹീറ്റ് ചെയ്യണം അല്ലെ? ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യണം. ഇവിടെ ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അത് എന്ത് വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നതെന്ന് കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പ്. ടങ്സ്റ്റൺ ഫിലമെന്റ്, ഒരു ടങ്സ്റ്റൺ ഫിലമെന്റ് ഇലക്ട്രിക്കലി ഹീറ്റഡ് ആയിട്ടുള്ള ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ മേളിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. അത് അത്രയൊന്നും ഡീറ്റെയിൽഡ് പഠിക്കണമെന്നില്ല. നിങ്ങൾ ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തു എന്ന് എഴുതിയാലും മതി. ഈ സിർക്കോണിയം അയഡൈഡിനെ ഒരു ടങ്സ്റ്റൺ ഫിലമെന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും വിഘടിച്ച് എന്തായിട്ട് സിർക്കോണിയവും അയഡിനുമായിട്ട് മാറും. ഇങ്ങനെ കിട്ടുന്ന സിർക്കോണിയത്തിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? പ്യുവർ സിർക്കോണിയം. സോ ദിസ് ഈസ് പ്യുവർ മെറ്റൽ ആണ്. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വാൻ ആർക്കൽ മെത്തേഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് വാൻ ആർക്കൽ മെത്തേഡ്. അപ്പൊ എന്താണ് ചെയ്തത് ഇവിടെ? സിർക്കോണിയത്തിനെയും ടൈറ്റാനിയത്തിന്റെ കേസ് എഴുതിയിട്ടില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ തന്നെ സിർക്കോണിയത്തിന് പകരം ടൈറ്റാനിയം എഴുതിയാലും ശരിയാണ്. സിർക്കോണിയത്തിലും ടൈറ്റാനിയത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഏതൊക്കെയാണ്? ഓക്സിജനും നൈട്രജനും. ഈ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സിർക്കോണിയത്തിലേക്ക് അയഡിൻ ആഡ് ചെയ്യണം. അപ്പൊ അത് സിർക്കോണിയം അയഡൈഡ് ആയിട്ട് മാറും. വോളറ്റൈൽ ആയിട്ടുള്ള സിർക്കോണിയം അയഡൈഡ് ആയിട്ട് മാറും. എന്നിട്ട് ആ സിർക്കോണിയം അയഡൈഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ടങ്സ്റ്റൺ ഫിലമെന്റ് ലാമ്പിന്റെ മേളിൽ കയറ്റി വെച്ചിട്ട്, ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ മേളിൽ കയറ്റി, ലാമ്പല്ല, ടങ്സ്റ്റൺ ഫിലമെന്റിന്റെ മേളിൽ കയറ്റി വെച്ച് ചൂടാക്കണം. ചൂടാക്കി കഴിയുമ്പോൾ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അത് സിർക്കോണിയവും അയഡിനുമായിട്ട് വിഘടിക്കും. അങ്ങനെ കിട്ടുന്ന സിർക്കോണിയം എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സിർക്കോണിയം ആയിരിക്കും? വളരെ പ്യുവർ ആയിട്ടുള്ള സിർക്കോണിയം. ഇതിന് പറയുന്ന പേരാണ് എന്ത്? വാൻ ആർക്കൽ മെത്തേഡ്. ഒന്ന് വായിച്ചു നോക്കിക്കേ. മോൺസ് പ്രോസസ്സും വാൻ ആർക്കൽ പ്രോസസ്സും വായിച്ചു നോക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാളത്തേക്ക് പഠിച്ചുകൊണ്ട് വരിക കേട്ടോ. ബാക്കി നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Thank you, sir. Thanks, sir.